സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫുഡ് സ്പോയിലേജ്. മൈക്രോബയോളജി വരുന്ന ടോപ്പിക്കാണ് ഫുഡ് സ്പോയിലേജ് എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക് വളരെ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഭയങ്കര ബ്രോഡ് ആൻഡ് ജനറൽ ആയിട്ടൊരു ടോപ്പിക്കാണ്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഫുഡ് സ്പോയിലേജ് എന്താണ്, ഫുഡ് സ്പോയിലേജിന്റെ ഓരോ ടൈപ്പ് ഫുഡ് സ്പോയിലേജ്, പിന്നെ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, പിന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കുന്നുള്ളൂ. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണത്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാനേ ഉള്ളൂ. അപ്പം ഫുഡ് സ്പോയിലേജ് ഡെഫിനിഷൻ നോക്കാം. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചേഞ്ച് ഇൻ ഫിസിക്കൽ, കെമിക്കൽ, മൈക്രോബിയൽ ആൻഡ് സെൻസറി പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫുഡ് സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് അൺഫിറ്റ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഒരു ഫുഡിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ, കെമിക്കൽ, മൈക്രോബിയൽ അല്ലെങ്കിൽ സെൻസറി പ്രോപ്പർട്ടീസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ഫുഡ് സ്പോയിലേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കാരണം നമുക്ക് ആ ഫുഡ് എന്താണ് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. സോ ഫുഡ് സ്പോയിലേജ് എന്ന് പറയുന്നത് ഫുഡിന്റെ സ്മെൽ, ടേസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ടച്ചോ സൈഡ കാണുന്നതിലോ അല്ലെങ്കിൽ അതിന്റെ ടെക്സ്ചറിലോ ഉണ്ടാവുന്ന എന്തെങ്കിലും അൺഡിസൈറബിൾ ആയിട്ടുള്ള മാറ്റത്തിനാണ് നമ്മൾ ഫുഡ് സ്പോയിലേജ് എന്ന് പറയുന്നത്. ഇത് കാരണം ഫുഡ് സ്പോയിലേജ് കാരണം ഒരു ഫുഡിന്റെ ന്യൂട്രീഷൻ, അതിന്റെ ടെക്സ്ചർ, ഫ്ലേവർ അതിലൊക്കെ ഒരു വ്യത്യാസം വരും. ഡാമേജ് ആണ് കൂടുതൽ സംഭവിക്കുന്നത്. ഇത് കാരണം നമുക്ക് ആ ഫുഡ് കൺസ്യൂം ചെയ്യാനും പറ്റൂല. അതുകൊണ്ട് തന്നെ ഫുഡ് പ്രോസസിങ് ആൻഡ് ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവമാണ്. കാരണം നമുക്ക് ഫുഡ് സ്പോയിലേജ് കുറയ്ക്കണം. അപ്പം ഏതൊക്കെ ഫുഡാണോ പെട്ടെന്ന് ഇല്ലാണ്ടാവുന്നത്, പെട്ടെന്ന് നശിച്ചു പോകുന്ന ഫുഡിനെയൊക്കെ നമ്മൾ പെരിഷബിൾ എന്നാണ് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പാല് റൂം ടെമ്പറേച്ചർ, പ്രത്യേകിച്ച് സമ്മർ സീസണിലൊക്കെ നല്ല ടെമ്പറേച്ചർ ഉള്ളപ്പോൾ പാല് പെട്ടെന്ന് കേർഡിൽ ചെയ്ത് തൈരാവാറുണ്ട്. അതേപോലെ തന്നെ ഡോ അല്ലെങ്കിൽ മാവൊക്കെ, കേക്കിന്റെ ഒക്കെ ഡോ ഒക്കെ പെട്ടെന്ന് ഫെർമെന്റ് ചെയ്ത് ഒരു ജാതി സ്മെല്ലുണ്ടാക്കും. ആൻഡ് ബ്രെഡ് ഒക്കെ നല്ല ടെമ്പറേച്ചർ കാരണം 2 to 3 ഡേയ്സിൽ തന്നെ അതിൽ ഡീക്കേയിങ് ഉണ്ടാവും. അതിന് മീതെ ഫംഗസ് ഒക്കെ വളരാൻ തുടങ്ങും. പിന്നെ പൊട്ടേറ്റോസ് ആൻഡ് ആപ്പിൾസ് ലൈക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ടാണ് സ്പോയിൽ ചെയ്യാൻ തുടങ്ങുക. ഓൾസോ പൾസസ്, പിന്നെ ഗ്രെയിൻസ് സച്ച് ആസ് റൈസ്, വീറ്റ്, ഇതൊക്കെ കുറെ കാലം ഡാമേജ് ഇല്ലാണ്ട് നിന്നോളും. അപ്പം ഓരോ ഫുഡും സ്പോയിൽ ആയതിന് അതിൻ്റെതായ ടൈം ഉണ്ട്. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഫുഡിന് എന്തായാലും എല്ലാ ഫുഡും ഒരു സമയം കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും, കേടാവാൻ തുടങ്ങും. അപ്പം എത്രത്തോളം കാലം ഫുഡ് കേടുകൂടാണ്ടിരിക്കും അതിനാണ് നമ്മൾ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്. ഷെൽഫ് ലൈഫ് ഡിഫൈൻസ് ദ പീരീഡ് ആഫ്റ്റർ വിച്ച് ഫുഡ് ബിഗിൻസ് ടു സ്പോയിൽ. അപ്പൊ ഷെൽഫ് ലൈഫ് തീർന്നാൽ ആ ഫുഡ് സ്പോയിൽ ചെയ്യാൻ തുടങ്ങും. ഈ ഷെൽഫ് ലൈഫിനനുസരിച്ച് നമുക്ക് ഫുഡിനെ മെയിൻ ആയിട്ട് 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പെറിഷബിൾ ഫുഡ്, സെമി പെറിഷബിൾ ഫുഡ്സ് ആൻഡ് നോൺ പെറിഷബിൾ ഫുഡ്സ്. പെറിഷബിൾ ഫുഡ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സ്പോയിൽ ചെയ്യാൻ തുടങ്ങും. എക്സാമ്പിൾ മിൽക്ക്, ഡോ. ദെൻ സെമി പെറിഷബിൾ എന്ന് പറയുമ്പോൾ ഒരു മോഡറേറ്റ് റേറ്റിൽ 2-3 ദിവസത്തിനുള്ളിൽ ശേഷം സ്പോയിൽ ചെയ്യാൻ തുടങ്ങും. എക്സാമ്പിൾ ബ്രെഡ്. ആൻഡ് വളരെ മെല്ലെ പെരിഷ് ചെയ്യുന്ന ഫുഡിനാണ് നമ്മൾ നോൺ പെറിഷബിൾ ഫുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പൊട്ടേറ്റോസ്, ആപ്പിൾസ്, പൾസസ് ഒക്കെ. എല്ലാ നാച്ചുറൽ ഫുഡിനും ഒരു ലിമിറ്റഡ് ഷെൽഫ് ലൈഫ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫിഷ്, മീറ്റ്, മിൽക്ക്, ബ്രെഡ്, ടൊമാറ്റോസ്, ഇതിനൊക്കെ വെച്ചാൽ ഈ ഫുഡിനൊക്കെ മോയ്സ്ചർ കണ്ടന്റ് വളരെ കൂടുതലാണ്. അതിൻ്റെ ഉള്ളിൽ മോയ്സ്ചർ അല്ലെ വാട്ടർ കണ്ടന്റ് കുറയുണ്ട്. അപ്പൊ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ്സ് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ്സിന് ചെറിയൊരു ലൈഫ് സ്പാൻ ഉണ്ടാവുള്ളൂ. ഷോർട്ടർ ഷെൽഫ് ലൈഫ് ആയിരിക്കും ഉണ്ടാവുക. സോ അവർ പെട്ടെന്ന് സ്പോയിൽ ആവും. നേരെ മറിച്ച് മോയ്സ്ചർ കണ്ടന്റ് കുറവുള്ള ഫുഡ്സ് കുറച്ചും കൂടെ കാലം കേടൊന്നും കൂടാണ്ട് ഡീകമ്പോസ് ചെയ്യൊന്നും ചെയ്യാണ്ട് കുറച്ചും കൂടെ കാലം നിൽക്കും. നമുക്ക് ഫുഡിനെ 3 ക്ലാസിഫൈ ചെയ്തെന്ന് പറഞ്ഞു. പെറിഷബിൾ ഫുഡ്, സെമി പെറിഷബിൾ ഫുഡ് ആൻഡ് നോൺ പെറിഷബിൾ ഫുഡ്സ്. പെറിഷബിൾ ഫുഡ്സിനാണ് ഏറ്റവും കൂടുതൽ മോയ്സ്ചർ കണ്ടന്റ് ഉള്ളത്. സെമി പെറിഷബിൾ ഫുഡ്സിന് മീഡിയം മോയ്സ്ചർ കണ്ടന്റ് ആൻഡ് നോൺ പെറിഷബിൾ ഫുഡ്സ് ഹാവ് ലോ മോയ്സ്ചർ. പെറിഷബിൾ ഫുഡ്സിന്റെ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഡയറി പ്രോഡക്ട്സ്, എഗ്സ്, മീറ്റ്, ഫിഷ്, പോൾട്രി, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പിന്നെ കുക്ക്ഡ് ഫുഡ്സ് ആൻഡ് ലെഫ്റ്റ് ഓവേഴ്സ്. ആൻഡ് ഇവരൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഫ്രിജറേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവരെയാണ് നമ്മൾ കൂടുതൽ റെഫ്രിജറേറ്റ് ചെയ്യാറുള്ളത്. ഇവരെ പ്രോപ്പറായിട്ട് പ്രിസർവേഷൻ മെത്തേഡ്സ് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് കേടാവും. അപ്പൊ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റൂല. നേരെ മറിച്ച് സെമി പെറിഷബിൾ ഫുഡ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ റെഫ്രിജറേഷൻ ഒന്നും ചെയ്യാറില്ല. പൊതുവെ ലിമിറ്റഡ് ഷെൽഫ് ലൈഫ് ആണ്. എക്സാമ്പിൾ പൊട്ടേറ്റോസ്, ആപ്പിൾസ്, അണിയൻസ് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ദെൻ നോൺ പെറിഷബിൾ ഫുഡ്സ്. നോൺ പെറിഷബിൾ ഫുഡ്സ് എന്ന് പറയുമ്പോൾ
ലോങ് ഷെൽഫ് ലൈഫ് ആണുള്ളത്. അവരങ്ങനെ റെഫ്രിജറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡ്രൈ കൂൾ കണ്ടീഷൻസിൽ നമ്മുടെ മോയ്സ്ചർ ഒന്നും തട്ടാണ്ട് നമ്മൾ സ്റ്റോർ ചെയ്താൽ അവർക്ക് കുറെ കാലം നിൽക്കാൻ പറ്റും. എക്സാമ്പിൾസ് ഓഫ് നോൺ പെരിഷബിൾ ഫുഡ്സ് ഇൻക്ലൂഡ് ഗ്രെയിൻസ്, ഫ്ലവർ, ഷുഗർ, പൾസസ്, ടോസ്റ്റ് ആൻഡ് ബിസ്ക്കറ്റ്സ്. സോ ടൈപ്സ് ഓഫ് ഫുഡ് സ്പോയിലേജ്, നമ്മളിപ്പം ഫുഡ് സ്പോയിലേജ് അനുസരിച്ച് ടൈപ്സ് ഓഫ് ഫുഡ് ഏതൊക്കെയാന്ന് നോക്കി, പെരിഷബിലിറ്റിക്ക് അനുസരിച്ച്. ഇനി എന്തൊക്കെ ടൈപ്പ് ഫുഡ് സ്പോയിലേജ് ആണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഫുഡ് സ്പോയിലേജ് റിയാക്ഷൻസ് ആണ് നടക്കുന്നത്: പുട്രിഫാക്ഷൻ, ഫെർമെന്റേഷൻ, ഓക്സിഡേഷൻ. ഫുഡ് സ്പോയിലേജ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്, ഫുഡിൽ സംഭവിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പം ഡിഫറെന്റ് ടൈപ്സ് റിയാക്ഷൻസ് ആണ് ഇത് 3 പുട്രിഫാക്ഷൻ, ഫെർമെന്റേഷൻ ആൻഡ് ഓക്സിഡേഷൻ. ഒരു ഫുഡിന് ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും നടക്കുക, ചിലപ്പോൾ രണ്ടും ഒന്നോ അതിൽ കൂടുതൽ, ഈ 3 ചിലപ്പോൾ ഒന്നിച്ചൊക്കെ പ്രവർത്തിക്കാം ഫുഡില്. അപ്പം പെട്ടെന്ന് ഫുഡ് കേടാവാൻ തുടങ്ങും. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെയാണ് പുട്രിഫെക്ഷൻ. പുട്രിഫെക്ഷൻ എന്ന് പറയുമ്പം ഫുഡിൽ ഉള്ള പ്രോട്ടീൻസിന്റെ ഒക്കെ അനീറോബിക് ബ്രേക്ക് ഡൗണിനെയാണ് നമ്മൾ പുട്രിഫെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഫുഡിലുള്ള മെയിൻ ന്യൂട്രിയൻ കണ്ടന്റ് ആണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഫുഡിലും പ്രോട്ടീൻസ് ഉണ്ട്, പ്രത്യേകിച്ച് മീറ്റ്, ഫിഷ്, ഇതിലൊക്കെ പ്രോട്ടീൻസ് ഉണ്ട്. അപ്പൊ ഈ പ്രോട്ടീനിന്റെ അനേറോബിക് ബ്രേക്ക് ഡൗൺ കാരണം ഒരു ഫൗൾ സ്മെൽ, അത് കാരണം ഒരു ഫൗൾ സ്മെൽ ഉണ്ടാവും. ഈ ഒരു റിയാക്ഷനാണ് പുട്രിഫെക്ഷൻ എന്ന് പറയുന്നത്. ഇത് നടത്തുന്നത്, ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് കൂടുതലും പ്രോട്ടിയോലൈറ്റിക് ആൻഡ് അനേറോബിക് ബാക്ടീരിയ സച്ച് ആസ് ക്ലോസ്ട്രീഡിയം. അപ്പം പ്രോട്ടിയോലൈറ്റിക് എന്ന് പറയുമ്പോൾ പ്രോട്ടീനിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ബാക്ടീരിയയാണ് നമ്മൾ പ്രോട്ടിയോലൈറ്റിക് എന്ന് പറയുന്നത്. പ്രോട്ടിയോലൈറ്റിക് ആൻഡ് അനേറോബിക് ബാക്ടീരിയ ആയിട്ടുള്ള ക്ലോസ്ട്രീഡിയം ഒക്കെയാണ് ഇങ്ങനെ പുട്രിഫെക്ഷൻ നടത്തുന്നത്. ഇവരെന്ത് ചെയ്യും, ക്ലോസ്ട്രീഡിയം ബാക്ടീരിയന്റെ ഉള്ളിൽ പ്രോട്ടിയോലൈറ്റിക് ആയിട്ടുള്ള എൻസൈംസ് ഉണ്ടാവും. എന്നിട്ട് അവർ പ്രോട്ടീനെ ബ്രേക്ക് ചെയ്തിട്ട് ചെറിയ ചെറിയ കോമ്പൗണ്ട്സ് ആയിട്ട് മാറ്റും. ആൻഡ് ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ കോമ്പൗണ്ട്സ് ആണ് ആ പുട്രിഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന ഫൗൾ സ്മെല്ലിന് കാരണം. എക്സാമ്പിൾ, മീറ്റ് ഒക്കെ സ്പോയിൽ ആകുമ്പോൾ ഒരു സ്മെൽ ഉണ്ടാവും. ആൻഡ് അതോടൊപ്പം തന്നെ പുട്രിഫെക്ഷൻ കാരണം ആ ഫുഡിന്റെ ടെക്സ്ചർ ചിലപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവും, പിന്നെ അതേപോലെ കളർ ഡാർക്ക് ഒക്കെ ആവും. സോ ദീസ് ആർ ഓൾ സൈഡ് എഫക്ട്സ് ഓഫ് പുട്രിഫെക്ഷൻ. നെക്സ്റ്റ് ഇസ് ഫെർമെന്റേഷൻ. ഫെർമെന്റേഷൻ എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ ബ്രേക്ക് ഡൗണിനാണ് നമ്മൾ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. ഇത് ക്യാരി ഔട്ട് ചെയ്തത് മൈക്രോ ഓർഗാനിസംസ് തന്നെയാണ്. കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ ചെറിയ സിമ്പിൾ കോമ്പൗണ്ട്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഓർഗാനിക് ആസിഡ്സ്, ആൽക്കഹോൾസ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. സോ വലിയ വലിയ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ ചെറിയ ഓർഗാനിക് ആസിഡ്, ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. സോ യൂഷ്വലി ഫെർമെന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആവശ്യമുള്ള ഒരു റിയാക്ഷൻ ഫെർമെന്റേഷൻ. ഫോർ എക്സാമ്പിൾ, വൈൻ, ആൽക്കഹോൾ, ബ്രെഡ്, ചീസ്, ഇതിനൊക്കെ ഫെർമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിസർവ് ചെയ്തതും പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഫുഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ ചില ഫുഡിൽ ഫെർമെന്റേഷൻ ഒരു പരിധിയിൽ കൂടുതൽ നടന്നാൽ ആ ഫുഡ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഡോ ഒക്കെ വല്ലാണ്ട് സവറിങ് ഓഫ് ഡോ പെട്ടെന്ന് വല്ലാണ്ട് പുളിച്ചു പോവുക, അല്ലെങ്കിൽ കേർട്ട്ലിംഗ് ഓഫ് മിൽക്ക്, പിന്നെ ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ കുടിക്കാൻ പറ്റാണ്ട് ഡിറ്റീരിയോറേറ്റ് ചെയ്യുക. ഇതൊക്കെ എന്ന് പറയുന്നത് ഫെർമെന്റേഷൻ കാരണം നടക്കുന്ന ഫുഡ് സ്പോയിലേജ് ആണ്. ഫെർമെന്റേഷൻ നടത്തുന്ന മൈക്രോബ്സ് ആണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ലാക്റ്റിക് ആസിഡ് അല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, എക്സാമ്പിൾ ലാക്ടോബാസില്ലസ്, ല്യൂനോസ്റ്റോക്ക്. അതേപോലെ തന്നെ ഈസ്റ്റ് ആയിട്ടുള്ള സാക്രോമൈസസ് സെർവീസിയെ ആൻഡ് ദെൻ അതർ സാക്രോലൈറ്റിക് മൈക്രോ ഓർഗാനിസംസ്. ഇവരൊക്കെയാണ് ഫെർമെന്റേഷന് കാരണക്കാർ. അപ്പൊ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സിന്റെ ബ്രേക്ക് ഡൗൺ ആണ്. അടുത്ത ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ, ആദ്യമൊക്കെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതൊരു കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മോളിക്യൂളിലോട്ടോ അല്ലെങ്കിൽ കോമ്പൗണ്ടിലോട്ടോ ഓക്സിജൻ ആറ്റം ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അതിന്റെ ഡെഫിനിഷൻ മാറി. ഇപ്പൊ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മോളിക്യൂൾ, ആറ്റം അല്ലെങ്കിൽ അയോണിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതിനാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇപ്പം എല്ലാ ഫുഡിലും എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന, ചുറ്റുപാടായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഏതൊരു ഫുഡിലും ഓട്ടോ ഓക്സിഡേഷൻ നടക്കാറുണ്ട്. ഓട്ടോ ഓക്സിഡേഷൻ അതായത് ഫുഡിൽ തന്നെ നടക്കുന്ന ഓക്സിഡേഷൻ ആണ് ഓട്ടോ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. പ്ലാന്റിൽ നിന്ന്, ആനിമൽസിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഫുഡിലൊക്കെ അവരുടെ ടിഷ്യൂസിലൊക്കെ ഓക്സിഡേഷൻ നടക്കാറുണ്ട്. അപ്പം ഈ ഒരു പ്രോസസ്സ് ചിലപ്പോൾ നമ്മുടെ ഫുഡിൽ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ട്, എന്തെങ്കിലും കീറൽ അല്ലെങ്കിൽ വെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നടക്കും, അതിന്റെ സ്പീഡ് കൂടും. സോ ഓക്സിഡേഷൻ കാരണം ഫുഡിലുള്ള ഫാറ്റിന്റെ ഒക്കെ ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ഒക്കെ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ബ്രൗൺ കളർ ആവാൻ തുടങ്ങും. അതൊക്കെ കാരണം എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ നടക്കുന്ന ഓക്സിഡേഷൻ കാരണമാണ്. ഓക്സിഡേഷൻ നടക്കാനായിട്ട് അവരുടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൽ നിന്ന് കുറെ എൻസൈംസ് ഉണ്ടാവും. ഇതിനാണ് നമ്മൾ
ഓക്സിഡേറ്റീവ് എൻസൈംസ് എന്ന് പറയുന്നത്. So these are the three main types of food spoilage reactions: putrefaction, fermentation, and oxidation. Putrefaction എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻസ്, ഫെർമെന്റേഷൻ എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഡൗൺ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി ഓക്സിഡേഷൻ ഓഫ് ഫാറ്റ്സ് ഒക്കെയാണ്. Now, സയൻസ് ഓഫ് ഫുഡ് സ്പോയിലേജ്. ഫുഡ് സ്പോയിലേജ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല, അത് കാരണം പല ചേഞ്ചസും ആ ഫുഡിലുണ്ടാവും. അപ്പൊ ഇത് നമുക്ക് ഓരോ വിസിബിൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും ആദ്യത്തെ എന്ന് പറയാം ചേഞ്ച് ഇൻ കളർ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പഴമൊക്കെ പഴുത്തു കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ആവാൻ തുടങ്ങും. അപ്പം ഇത് കാരണം അത് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. ഒരു പരിധിയിൽ കൂടുതൽ മൊത്തം ബ്ലാക്ക് ആയതാൽ ഭയങ്കരമായിട്ട് ഫുഡ് സ്പോയിൽ ആയി എന്നാണ് അതിന്റെ അർത്ഥം. സോ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ബ്ലാക്ക്, സോഫ്റ്റ്, ഫെർമെന്റഡ് അപ്പിയറൻസ്. ചേഞ്ച് ഇൻ സ്മെല്ല് ഉണ്ടാവുന്ന മാറ്റവും ഒരു ഫുഡ് സ്പോയിലേജ് ഇൻഡിക്കേറ്റർ ആണ്. ഫോർ എക്സാമ്പിൾ, കേടായിട്ടുള്ള ഓയിൽസ് ആൻഡ് ഫാറ്റി ഫുഡ്സിലൊക്കെ ഒരു റാൻസിഡ് സ്മെല്ലാണ് ഉണ്ടാവുക. റാൻസിഡ്, എണ്ണ കനച്ചു പോകുമ്പോൾ ഒരു ജാതി സ്മെൽ ഉണ്ടാവും, അതിനാണ് നമ്മൾ റാൻസിഡ് സ്മെൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്പോയിൽ കേർഡിന് ഒരു ബിറ്റർ സ്മെൽ ആയിരിക്കും ഉണ്ടാവുക. ദെൻ സ്റ്റാർച്ച് കണ്ടന്റ് ഫുഡ്സ്, അതായത് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഉള്ള ഫുഡിന് ഒരു ജാതി സോർ സ്മെൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് യു ഹാവ് ചേഞ്ച് ഇൻ കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്തെങ്കിലുമൊക്കെ മാറ്റം വരും. ഫോർ എക്സാമ്പിൾ, കേർട്ട്ലിംഗ് ഓഫ് മിൽക്ക്, പാല് പെട്ടെന്ന് തൈരായി പോകുമ്പോൾ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. ആൻഡ് അത് കാരണം ഒരു കൺസിസ്റ്റൻസിയിൽ മാറ്റം വന്നു മനസ്സിലാകാം. ദെൻ കുക്ക്ഡ് ആയിട്ടുള്ള കറീസ്, ദാൽ, അങ്ങനത്തെ വെജിറ്റബിൾ കറീസിലൊക്കെ കുറച്ച് കേടായി പോയാൽ അവരുടെ കൺസിസ്റ്റൻസി മാറും. ചിലപ്പോൾ സ്റ്റിക്കി ആവും, ചിലപ്പോൾ വെള്ളം പോലെയാവും, അങ്ങനെയൊക്കെ. പിന്നെ അതേപോലെ ഫുഡിൽ എന്തെങ്കിലും ബബിൾസോ ഫോംസ് അല്ലെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഫുഡ് സ്പോയിലേജ്. ദെൻ ടെക്സ്ചറിൽ എന്തെങ്കിലും മാറ്റം വരും. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ കേടാവുമ്പം അത് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും, പിന്നെ റോട്ടിംഗ് ഒക്കെ ആവും. ഫോർ എക്സാമ്പിൾ, പൊട്ടേറ്റോസ്, ബ്രിഞ്ചോൾ, ക്യാരറ്റ്, ഇതിലൊക്കെ. പിന്നെ അതേപോലെ തന്നെ മിൽക്ക് പൗഡർ, വീറ്റ് ഫ്ലവർ, ഇതിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പൗഡർ മെറ്റീരിയൽസ് ഒക്കെ അതിന് കൂടാണ്ട്, പൊതുവെ മിൽക്ക് പൗഡറിലൊന്നും ഇല്ലാത്ത ചിലപ്പോൾ എക്സ്ട്രാ പൗഡർ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഫംഗസിന്റെ ഒക്കെ ഗ്രോത്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫുഡിന്റെ ആ ഒരു ഫേംനെസ്സിലൊക്കെ, ഫ്രൂട്ട്സും വെജിറ്റബിൾസിനൊക്കെ ഒരു ഫേംനെസ് ഒരു മാറ്റമൊക്കെ വരും. ആൻഡ് ദീസ് ഓൾ ഇൻഡിക്കേറ്റ്സ് ഫുഡ് സ്പോയിലേജ്. ദെൻ മെക്കാനിക്കൽ ഡാമേജ് കാരണവും ഫുഡ് സ്പോയിലേജ് ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഫോർ എക്സാമ്പിൾ, മുട്ടത്തോടൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് അതിൻ്റെ ഉള്ളത്തെ എഗ് കേടായിട്ടുണ്ട് എന്നാണ്. എവിടെയും തട്ടിയിട്ടൊക്കെ ആയിരിക്കും പ്രശ്നം ഉണ്ടായിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഉണ്ടാകുന്ന മെക്കാനിക്കൽ ഡാമേജ്, കീറലോ വെട്ടലോ ഒക്കെ ഉണ്ടെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴോ പാക്കേജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴോ ഹാൻഡിൽ ചെയ്യുമ്പോഴോ ഒക്കെ ഇത് കാരണം ഫുഡ് സ്പോയിലേജ് ഇൻഡിക്കേറ്റർ ആണ്. ഇനി ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫുഡ് സ്പോയിലേജ്. ഫുഡ് സ്പോയിലേജ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഫുഡും ഒരു ഫുഡ് മെറ്റീരിയലും ചുറ്റുമുള്ള എൻവയറമെന്റും തമ്മിലുള്ള റിയാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കാം അതിനെ ഫുഡ് സ്പോയിൽ ചെയ്യുന്നത്. അപ്പം ഏതൊക്കെയാണ് ഡിഫറെന്റ് ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസ് തന്നെ പത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്, അതായത് രോഗങ്ങൾ പരത്തുന്ന മൈക്രോ ഓർഗാനിസംസ് ഫുഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ബോൺ ഇൽനെസ് വരും. അപ്പൊ ഇവരൊക്കെ റൂം ടെമ്പറേച്ചറിലാണ് പൊതുവെ നല്ലോണം വളരുന്നത്. റെഫ്രിജറേറ്റഡ് ടെമ്പറേച്ചേഴ്സിൽ വളരില്ല. അപ്പം റെഫ്രിജറേറ്റഡ് കണ്ടീഷൻസ്, ഫ്രിഡ്ജിലൊക്കെ വെച്ച ഫുഡിൽ പൊതുവെ അങ്ങനെ പാത്തോജനിക് മൈക്രോ ഓർഗാനിസം അങ്ങനെ പൊതുവെ വളരില്ല. ഇവർ പാത്തോജനിക് മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ ഫുഡിൽ അങ്ങനെ ഫുഡ് സ്പോയിലേജിന് അത് ഇൻഡിക്കേറ്റർ ഒന്നും ഉണ്ടാക്കൂല. കളർ മാറ്റോ, സ്മെല്ലിൽ എന്തെങ്കിലും ചേഞ്ചസോ, കൺസിസ്റ്റൻസിയിൽ എന്തെങ്കിലും ചേഞ്ചസോ അങ്ങനെയൊന്നും ഉണ്ടാക്കൂല. ഇവര് ഫുഡിൽ ഉണ്ടാവും, ഫുഡ് അതിലൂടെ നമുക്ക് രോഗങ്ങൾ പരത്തേ ഉള്ളൂ. ബട്ട് സ്പോയിലേജ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, ലൈക്ക് ബാക്ടീരിയ, ചില ബാക്ടീരിയ, ഈസ്റ്റ്, മോൾഡ് ഒക്കെ. ഇവരൊക്കെ എന്ത് ചെയ്യും, ഫുഡിന്റെ ശരിക്കും ഫുഡ് സ്പോയിലേജ് ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കും. കളർ, ടെക്സ്ചർ, സ്മെൽ, ഇതിലൊക്കെ. അപ്പൊ മൈക്രോ ഓർഗാനിസംസ് ഒരു മേജർ ഫാക്ടർ ആണ് ഫുഡ് സ്പോയിലേജിൻ്റെത്. ദെൻ യു ഹാവ് എൻസൈംസ്. ഫുഡിൽ തന്നെ കുറെ എൻസൈംസ് ഉണ്ടായിരിക്കും. ഈ എൻസൈംസ് ഒക്കെ പ്രോട്ടീൻസ് ആണ്. അപ്പം ഫുഡിലുള്ള പ്രോട്ടീൻ എൻസൈംസ് ഓരോ കെമിക്കൽ റിയാക്ഷൻസ് നടത്താനുള്ള കാറ്റലിസ്റ്റ് ആയിട്ട് ഒരു പെർഫോം ചെയ്യും. കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ എൻസൈംസ് ഒക്കെ ബയോ കാറ്റലിസ്റ്റ് ആണ്. ഇവ എന്ത് ചെയ്യും, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിന്റെ ഒക്കെ സ്പോയിലേജിന് കാരണക്കാരായിരിക്കും. അത് കാരണം അവരുടെ ടെക്സ്ചർ, കളർ, ഫ്ലേവർ, സ്മെല്ലിലൊക്കെ മാറ്റങ്ങൾ എത്തും. ഫോർ എക്സാമ്പിൾ, സോഫ്റ്റനിങ് ഓഫ് ബനാന ടിഷ്യൂസ് ആൻഡ് നമ്മുടെ ആപ്പിൾ ഒക്കെ കട്ട് ചെയ്ത് ബ്രൗൺ കളർ ആവുന്നത്, ഇതൊക്കെ എൻസൈമാറ്റിക് റിയാക്ഷൻസ് ആണ്. പിന്നെ എയർ ഒരു കാരണമാണ്. എയറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കും. ഇത് കാരണം ഫുഡിൽ കളർ, ഫ്ലേവർ, ടെക്സ്ചർ, ന്യൂട്രീഷണൽ കണ്ടന്റ് ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരും.
ഫോർ എക്സാമ്പിൾ റാൻസിഡിറ്റി, അതായത് എണ്ണയൊക്കെ കനച്ചു പോകുന്ന ഓയിലി ഫുഡ്സിലൊക്കെ ഉള്ള റാൻസിഡിറ്റി. ദെൻ ഭയങ്കര ലൈറ്റ് കളേർഡ് ഫ്രൂട്ട്സിൽ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻ, കളറുള്ള മാറ്റം. ആൻഡ് വൈറ്റമിൻ സി നഷ്ടപ്പെടും, ഓക്സിഡേഷൻ കാരണം ഫുഡിലുള്ള വൈറ്റമിൻ സി നഷ്ടപ്പെടാറുണ്ട്. ദിസ് ആർ ഓൾ ഡ്യൂ ടു എയർ. ദെൻ ലൈറ്റ് എക്സ്പോഷറും ഫുഡ് സ്പോയിലേഷൻ റീസൺ ആണ്. അത് കാരണം ഫുഡിന്റെ കളറും വൈറ്റമിൻസ് ഒക്കെ നഷ്ടപ്പെടാം. അതേപോലെ തന്നെ ഫാറ്റിന്റെ ഓക്സിഡേഷനും ലൈറ്റ് കാരണക്കാരാണ്. ഓക്സിഡേഷൻ ഓഫ് ഫാറ്റ്സിന്റെ സ്പീഡ് കൂട്ടുന്ന ഒരു ഫാക്ടറാണ് ലൈറ്റ്. പിന്നെ ഇൻസെക്ട്സ് ആൻഡ് റോഡൻസ് ലൈക്ക് സ്റ്റോർഡ് ആൻഡ് പാക്കേജ് ഫുഡിലൊക്കെ ഇവർ പോയിട്ട് സ്പോയിൽ ചെയ്യും, അപ്പോൾ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റൂല. ദെൻ ഫിസിക്കൽ ഡാമേജ്, നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴോ സ്റ്റോർ ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടാവുന്ന ബ്രൂസസ്, കട്ട്സ് ആൻഡ് ക്രാക്സ് ഓൺ റോ പ്രൊഡ്യൂസ്. പിന്നെ അപ്പൊ ഇങ്ങനത്തെ കട്ട്സും ബ്രൂസസും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് കാരണം ഫുഡിലോട്ട് മൈക്രോ ഓർഗാനിസംസ് ഒരു എൻട്രി പോയിന്റ് ആണ്. അപ്പൊ പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസും പിന്നെ ഫുഡ് സ്പോയിലേജ് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ആ ഫുഡിലോട്ട് കടന്നു ചെല്ലും. അത് കാരണം ഫുഡ് പെട്ടെന്ന് നശിക്കും. പിന്നെ ടെമ്പറേച്ചർ എ ഗ്രേറ്റ് ഫാക്ടർ ഓഫ് ഫുഡ് സ്പോയിലേജ്. യൂഷ്വലി ഹയർ ടെമ്പറേച്ചർ കൂടുമ്പം ഫുഡ് സ്പോയിലേജിന്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുക. അപ്പം യൂഷ്വലി റൂം ടെമ്പറേച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വാം ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ്, അധികം തണുപ്പുള്ള ടെമ്പറേച്ചർ അല്ല നമ്മുടെ റൂം ടെമ്പറേച്ചർ. ഇപ്പം റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസിനൊക്കെ വളരെ ഫേവറബിൾ ആണ്. ഇങ്ങനത്തെ ഒരു ടെമ്പറേച്ചറിൽ ഫുഡ് പെട്ടെന്ന് സ്പോയിൽ ആവും. പിന്നെ അത് മാത്രമല്ല, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫുഡിൽ ഉണ്ടാവുന്ന ബയോകെമിക്കൽ ആൻഡ് മെറ്റബോളിക് റിയാക്ഷൻസ് ഒക്കെ കൂടുകയാണ് ചെയ്യുക. അത് കാരണം സ്പോയിലേജിന്റെ സ്പീഡും കൂടും. പിന്നെ ടൈം ഇസ് ഓൾസോ ഫാക്ടർ. ടൈം എന്ന് പറയുമ്പോൾ കുറെ കാലം ഇങ്ങനെ വെക്കും തോറും ഫുഡ് സ്പോയിലേജ് കൂടുകയാണ് ചെയ്തതാണ് ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓൾസോ ഇങ്ങനെ കുറെ കാലം നമ്മൾ പ്രിസർവ് ചെയ്യേണ്ടി വെക്കുമ്പോൾ മൈക്രോ ഓർഗാനിസംസിനൊക്കെ വളരാൻ കുറെ സമയം കിട്ടും. അത് കാരണം മൈക്രോ ഓർഗാനിസം നല്ലോണം വളർന്ന് ഫുഡ് സ്പോയിലേജും കൂട്ടും. സോ ദീസ് ആർ ഓൾ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫുഡ് സ്പോയിലേജ്. Now this is a table showing ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസും അവർ ഏതൊക്കെ ഫുഡിനാണ് പെട്ടെന്ന് കേടാക്കുന്നതെന്ന്. ബാക്ടീരിയന്റെ എക്സാമ്പിൾസ്, ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് നോക്കണ്ട, ബാക്ടീരിയ അതിന്റെ എക്സാമ്പിൾസ് ആൻഡ് ഏതൊക്കെയാണ് സ്പോയിൽ ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഓഫ് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ സ്റ്റെഫിലോകോക്കസ് ഓറിയസ്, എസ്ചെറീഷ്യ കോളിയർ, ഇക്കോളൈ, ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം, സ്യൂഡോമോണാസ്, സാൽമോണല്ല. ഇവര് മീറ്റ്, മിൽക്ക്, എഗ്ഗിനൊക്കെയാണ് കേടാക്കുന്നത്. പിന്നെ ഈസ്റ്റ്, സൈഗോസാക്രോമൈസസ്, ദെൻ സാക്രോമൈസസ്, കാൻഡിഡ. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഫംഗൈ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഫ്രഷ് ആൻഡ് പ്രോസസ്ഡ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഡയറി പ്രോഡക്ട്സ്, ഫെർമെന്റഡ് ആൽക്കഹോളിക് ബെവറേജസ്, ഇവരൊക്കെയാണ് കേടാക്കുന്നത്. പിന്നെ മോൾഡ്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഫംഗൈ തന്നെയാണ്. എക്സാമ്പിൾ പെനിസിലിയം, ഓൾട്ടർനേരിയ സ്പീഷീസ്, ആസ്പെർജില്ലസ് നൈഗർ, ആസ്പെർജില്ലസ് ഫ്ലാവേഴ്സ്. ഇവര് കേടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ മീറ്റ്, എഗ്, ഫിഷ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, സിറിയൽസ്, നട്ട്സ് ആൻഡ് ദെയർ പ്രോഡക്ട്സ്. ഈ ഒരു ടേബിൾ ഓർത്ത് വെക്കാൻ ആവശ്യം വരും. നൗ സോഴ്സസ് ഓഫ് മൈക്രോബ്സ് ഇൻ ഫുഡ്, അടുത്തൊരു ടോപ്പിക് ആണ്. എവിടെ നിന്നൊക്കെയാണ് ഫുഡിൽ മൈക്രോ ഓർഗാനിസംസ് വരുന്നത്? ഫുഡ് സ്പോയിലേജ് ഒരു പ്രധാന ഒരു കാരണക്കാരാണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. പല സ്ഥലത്തു നിന്നും ഫുഡിലോട്ട് മൈക്രോ ഓർഗാനിസംസ് കടന്നു ചെല്ലാം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. പ്ലാന്റ്സ് ആൻഡ് വെജിറ്റബിൾസ്, animals, birds, fishes, shellfishes, air, soil, sewage and manure, water, humans, food ingredients, equipments. ഇതൊക്കെയാണ് മൈക്രോബിയൽ സോഴ്സസ് ഇൻ ഫുഡ്. പ്ലാന്റ്സ് ഇൻക്ലൂഡ് മീൻസ് ലൈക്ക് ഫ്രൂട്ട്, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പം ചിലപ്പോൾ അതിൽ തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡിൽ ഓൾറെഡി കുറെ എന്താണ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. അപ്പൊ പൊതുവെ ഫുഡിന്റെ ഒക്കെ ഉള്ളില്, അപ്പൊ പ്ലാന്റ്സും വെജിറ്റബിൾസും ഒക്കെ പറയുമ്പോൾ അവർക്ക് കവർ ചെയ്തിട്ടൊരു സ്കിൻ ഉണ്ടായിരിക്കും. പൊതുവെ ഫുഡിന്റെ ഇവരുടെ ഒന്നും ഉള്ളില് അങ്ങനെ മൈക്രോ ഓർഗാനിസംസ് കാണാറില്ല. പക്ഷെ എന്താണ്, അവരുടെ സ്കിന്നിൽ എന്തെങ്കിലും വെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലും മൈക്രോ ഓർഗാനിസംസ് കടന്നു കയറാം. അപ്പം ഏറ്റവും കൂടുതൽ മൈക്രോ ഓർഗാനിസംസ് കാണുന്നത് ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെ ഒക്കെ സർഫസിലാണ്. പിന്നെ ഇത് അവര് സ്റ്റോർ ചെയ്ത കണ്ടീഷൻസ്, പിന്നെ സോയിൽ കണ്ടീഷൻസ്, എന്തൊക്കെ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തു, വാട്ടർ, എയർ ക്വാളിറ്റി, ഇതിനൊക്കെ അനുസരിച്ച് അവരുടെ മേലുള്ള മൈക്രോ ഓർഗാനിസംസിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അളവും വ്യത്യസ്തരായിരിക്കും. അപ്പം ഫ്രൂട്ട്സും വെജിറ്റബിൾസിലൊക്കെ കാണുന്ന കോമൺ മൈക്രോ ഓർഗാനിസംസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് മോൾഡ്സ്, ഈസ്റ്റ്, ലാക്ടിക് ആസിഡ് ബാക്ടീരിയ, ദെൻ സ്യൂഡോമോണാസ്, ആൽക്കലി ജീൻസ്, മൈക്രോകോക്കസ്, എർവീനിയ, ബാസിലസ്, ക്ലോസ്ട്രിഡിയം, എൻട്രോബാക്ടർ. ഇത്തരം ജനീറയിലുള്ള ബാക്ടീരിയകളൊക്കെയാണ് കൂടുതലും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ സർഫസിൽ കാണുന്നത്.
ദെൻ പാത്തജൻസും ചിലപ്പോൾ സോയിലൊക്കെ മണ്ണിലൊക്കെ ചിലപ്പോൾ ഡിസീസ് ഉണ്ടാക്കുന്ന പാത്തജൻസ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ ബാധിക്കുന്ന എൻഡറിക് ആയിട്ടുള്ള പാത്തജൻസ് ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനത്തെയൊക്കെ സോയിലുമായിട്ട് ഫുഡ് കണ്ടാമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫുഡിൽ അത്തരം ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ സാൽമണല്ല, ഇക്കോളായി, കാമ്പിലോബാക്ടർ, ഷിഗല്ല, സൈക്ലോസ്പോറ ആൻഡ് ജിയാർഡിയ. സോ ഒരു ഫുഡിൽ പ്ലാന്റ്സിലും വെജിറ്റബിൾസിലും മൈക്രോബിയൽ നമ്പേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ആ ചെടിക്കുണ്ടായ ഡിസീസസും സർഫസ് ഡാമേജും ഒക്കെ, പിന്നെ അതേപോലെ തന്നെ ഹാർവെസ്റ്റിങ്ങും വാഷിങ്ങും തമ്മിലുള്ള ഡിലേ, അതായത് ഹാർവെസ്റ്റ് ചെയ്ത ഉടനെ വാഷ് ഒന്നും ചെയ്തില്ലെങ്കിൽ ആ ഫുഡിൽ കണ്ടാമിനേഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് കണ്ടീഷൻസ്, പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ഹാർവെസ്റ്റ് ചെയ്തതിനു ശേഷം പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യാണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ കണ്ടാമിനേഷൻ വരും. അതേപോലെ തന്നെ ഇംപ്രോപ്പർ സ്റ്റോറേജ് കണ്ടീഷൻസ്, ഫുഡ് ഒക്കെ പ്രോസസ് ചെയ്തതിന് ശേഷം, പാക്കേജ് ഒക്കെ ചെയ്തതിന് ശേഷം പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിലും മൈക്രോബിയൽ കണ്ടാമിനേഷൻ വരും. നെക്സ്റ്റ് ഇസ് ആനിമൽസ്, ബേർഡ്സ്, ഫിഷസ് ആൻഡ് ഷെൽഫിഷ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന നോർമൽ ഫുഡാണ്. ആനിമൽസ്, ബേർഡ്സ്, ഫിഷസ് ആൻഡ് ഷെൽഫിഷ് ഒക്കെ നമ്മൾ കൺസ്യൂം ചെയ്യാറുണ്ട്. ഇവരുടെ ഒക്കെ ബോഡിന്റെ ഉള്ളിൽ ഓൾറെഡി കുറെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, യൂറിനോജനൈറ്റൽ ട്രാക്സ്, പിന്നെ കനാലിൻ, അഡർ, സ്കിൻ, സ്കൂസ്, അങ്ങനെ എല്ലായിടത്തും ഇവരുടെ ബോഡിയിൽ ഓൾറെഡി മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. ഓരോ മൈക്രോ ഓർഗാനിസംസിന്റെ അളവ് വ്യത്യസ്തമായിരിക്കും. പൊതുവെ കാണുന്ന മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാല് സാൽമണല്ല സെറോവോർസ്, പിന്നെ ഇക്കോളായി, കാമ്പിലോബാക്ടർ ജെജൂണി, യെർസീനിയ എൻട്രോകൊളിറ്റിക്ക, ലിസ്റ്റീരിയ മോണോസൈറ്റോജീൻസ്, ഇവയൊക്കെ അവരുടെ ബോഡിയിൽ യൂഷ്വലി ഇങ്ങനെ വളരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ മുട്ടയിടുന്ന കിളികളിലൊക്കെ അവരുടെ ചിലപ്പോൾ മുട്ടയിലോട്ട് തന്നെ, എഗ്ഗിൽ തന്നെ സാൽമണല്ല എൻഡറിറ്റൈഡിസ് കടന്നു ചെല്ലും ട്രാൻസോവേറിയൻ ഇൻഫെക്ഷൻ വഴി. കഴിഞ്ഞ ക്ലാസ്സിൽ പറയുമ്പോൾ മുട്ടയെ പ്രൊട്ടക്ട് ചെയ്യാനാണ് എക്സൽ ഉള്ളത്. പക്ഷെ എക്സൽ ഉണ്ടാകുന്നതിന് മുന്നേ അവരുടെ ശരീരത്തിനുള്ളിൽ കൂടെ തന്നെ ഈ എഗ്ഗിലോട്ട് ബാക്ടീരിയ, സാൽമണല്ല എൻഡറിറ്റൈഡിസ് ഒക്കെ വളർന്നു ചെല്ലും. അപ്പം അവരുടെ ബോഡിയിൽ ഓൾറെഡി മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ഫുഡ് സ്പോയിലേഷൻ കാരണക്കാരായിരിക്കും. പിന്നെ എങ്ങനെയാണ് ഈ മൈക്രോബിയൽ ഇക്കോളജി ചിലപ്പം ഇവരുടെ ഒക്കെ ശരീരത്തിലുള്ള ഈ മൈക്രോ ഓർഗാനിസംസിന്റെ അളവ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇത് കൂടുന്നത്? ഫോർ എക്സാമ്പിൾ ഡിസീസസ്, എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വന്നാൽ അവരുടെ ബോഡിയിലുള്ള മൈക്രോ ഓർഗാനിസംസ് അളവ് കൂടും. ദെൻ പുവർ ഹസ്ബൻഡറി, അതായത് വളർത്തുന്ന കണ്ടീഷൻസ് ഒന്നും അത്ര നല്ല അല്ലെങ്കിൽ അത് കാരണം കണ്ടാമിനേഷൻ വരും. ഫീക്കൽ കണ്ടാമിനേഷൻ വഴി. ദെൻ ഇംപ്യൂർ ആയിട്ടുള്ള വാട്ടറും അതൊക്കെ കൊടുക്കുന്ന ഫീഡിൽ നിന്ന്, ഭക്ഷണത്തിൽ നിന്നൊക്കെ കണ്ടാമിനേഷൻ വരും. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്. അതായത് ഈ ഇറച്ചി വെട്ടാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരുണ്ടാക്കുന്ന ആ സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് കാരണം, മെന്റൽ സ്ട്രെസ് കാരണം പെട്ടെന്ന് ബോഡിയിനുള്ളിലുള്ള ബാക്ടീരിയസിന്റെ ഒക്കെ അളവ് പെട്ടെന്ന് വർദ്ധിക്കും. അപ്പം ഇതും കണ്ടാമിനേഷൻ ഒരു കാരണമാണ്. ദെൻ ഫിഷസ് ആൻഡ് ഷെൽഫിഷ്, ഇവരുടെയിലും നോർമൽ മൈക്രോഫ്ലോർ ഉണ്ട്. അതായത് അവരുടെ സ്കെയിൽസ്, സ്കിൻ, ഡൈജസ്റ്റീവ് ട്രാക്ട്, ഇതിന്റെ ഉള്ളിലൊക്കെ ഓൾറെഡി കുറെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. പിന്നെ ഇവരുടെ വാട്ടർ ക്വാളിറ്റി, ഫീഡിങ് ഹാബിറ്റ്സ്, അവര് എന്തെങ്കിലും ഡിസീസസ് ഒക്കെ ഉണ്ടായാൽ ഇതൊക്കെ അവരുടെ ബോഡിയുടെ ഉള്ളിലുള്ള മൈക്രോബിയൽ ടൈപ്പിനെ മാറ്റാം. അവരുടെ ലെവൽ ചിലപ്പോൾ കൂട്ടാം, കുറയ്ക്കാം. ഫിഷസ് ആൻഡ് ഷെൽഫിഷസിൽ കാണുന്ന നോർമൽ പാത്തജൻസ് ആണ് വിബ്രിയോ പാരാഹീമോലിറ്റിക്കസ്, പിന്നെ വേറെ ബാക്കിയുള്ള വിബ്രിയോ സ്പീഷീസ്, വിബ്രിയോ വൾണിഫിക്കസ് ആൻഡ് വിബ്രിയോ കോളറ, ഇതൊക്കെ അവരുടെ ബോഡിയുടെ ഉള്ളിൽ കാണാം. കണ്ടാമിനേഷൻ സോഴ്സസ് എവിടെ നിന്നൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ മിൽക്കിന്റെ കേസിൽ, മിൽക്കിൽ കണ്ടാമിനേഷൻ വരുന്നത് അവരുടെ അഡർ സർഫസിലുള്ള ഫീക്കൽ മെറ്റീരിയൽസ്. അതേപോലെ മുട്ടയിലൊക്കെ എന്തെങ്കിലും കണ്ടാമിനേഷൻ വരുന്നുണ്ടെങ്കിൽ ഫീക്കൽ മുട്ട ഇടുന്ന സമയത്ത് എന്തെങ്കിലും ഫീക്കൽ മെറ്റീരിയലൊക്കെ ചുറ്റുമുണ്ടെങ്കിൽ അത് കാരണം കണ്ടാമിനേഷൻ വരാം. ദെൻ മീറ്റ്, സ്ലോട്ടറിംഗിന്റെ സമയത്ത്, ഇറച്ചി വെട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന അവരുടെ ബോഡിയിലുള്ള ഇൻഡസ്റ്റൈനിലുള്ള കണ്ടൻസ് കാരണം മീറ്റിൽ കണ്ടാമിനേഷൻ വരും. അതേ ഫിഷസിൽ അതേപോലെ തന്നെ ഫിഷസിനൊക്കെ പ്രോസസ് ചെയ്യുമ്പോൾ ഇൻഡസ്റ്റൈനൽ കണ്ടൻസിൽ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ അത് ഫിഷസിനെ കണ്ടാമിനേറ്റ് ചെയ്യും. ദെൻ കോമൺ ആയിട്ട് ഇങ്ങനത്തെ മീറ്റിലൊക്കെ ഉള്ള പാത്തജനിക് മൈക്രോ ഓർഗാനിസംസ് ആണ് സ്റ്റെഫിലോകോക്കസ് ഓറിയസ്, മൈക്രോകോക്കസ് സ്പീഷീസ്, പ്രൊപ്പിയോണി ബാക്ടീരിയം സ്പീഷീസ്, കാമ്പിലോബാക്ടർ സ്പീഷീസ്, കൊറിനി ബാക്ടീരിയം സ്പീഷീസ്, പിന്നെ മോൾഡ്സ് ആൻഡ് മീൽ. ഇതൊക്കെയാണ് അവരുടെ ഫുഡ് സ്പോയിൽ ചെയ്യാൻ കാരണമായിട്ടുള്ള പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്. മൂന്നാമത്തെ ഒരു ഫാക്ടറാണ് എയർ. നമുക്കറിയാം നമ്മുടെ എയറിലൊക്കെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഡസ്റ്റ് ആൻഡ് മോയ്സ്ചർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട് എയറിൽ. പക്ഷെ ഈ ഡസ്റ്റ് എന്ന് പറയുന്നതിൽ മൈക്രോ ഓർഗാനിസംസിന് വളരാൻ പറ്റൂല. പക്ഷെ ഈ
എയറിലുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഫുഡായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അത് കാരണം ഫുഡ് കണ്ടാമിനേറ്റ് ചെയ്യും, ഫുഡിൽ മൈക്രോ ഓർഗാനിസംസ് വരും. പൊതുവെ ഹ്യൂമിഡിറ്റിക്ക്, എയറിലുള്ള ഹ്യൂമിഡിറ്റിക്ക് അനുസരിച്ച് മൈക്രോ ഓർഗാനിസംസിന്റെ അളവും ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള എയറും പിന്നെ ഹൈ ടെമ്പറേച്ചറുള്ള എയറിലും യൂഷ്വലി മൈക്രോബിയൽ ലെവൽസ് കുറവായിരിക്കും. കോമൺ ആയിട്ട് കാണുന്ന മൈക്രോ ഓർഗാനിസംസ് ഇൻക്ലൂഡ് സ്പോർസ്, എൻഡോസ്പോർസ് ഓഫ് ബാസില്ലസ് സ്പീഷീസ്, ക്ലോസ്ട്രിഡിയം സ്പീഷീസ്, ദെൻ മോൾഡ്സ്, gram positive bacteria, example micrococcus species and sarcina species, then yeast ഉണ്ടാവും. ഓൾസോ പാത്തജൻസ് ആൻഡ് വൈറസസ്. വൈറസസ് ഇൻക്ലൂഡിംഗ് ബാക്ടീരിയോഫേജസ് ഉണ്ട്. ബാക്ടീരിയോഫേജസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസസ് ആണ് ബാക്ടീരിയോഫേജസ്. അപ്പം ഇവയൊക്കെ കൂടുതലും ആനിമൽ ഫാംസിന്റെ അടുത്തും സീവേജ് പ്ലാന്റ്സിന്റെ ചുറ്റും ഒക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ മൈക്രോ ഓർഗാനിസംസ് കാണപ്പെടാറ്. ദെൻ യു ഹാവ് സോയിൽ. സോയിലിലും മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും, ഹൈ നമ്പേഴ്സ്. അപ്പൊ ഇവര് സോയിലിൽ മൾട്ടിപ്ലൈ ചെയ്യും. കോമൺ ആയിട്ടുള്ളതാണ് മോൾഡ്സ്, ഈസ്റ്റ്, ദെൻ ബാക്ടീരിയ ജെനിയ, എക്സാമ്പിൾ എൻറ്ററോബാക്ടർ, സ്യൂഡോമോണാസ്, പ്രോട്ടിയസ്, മൈക്രോകോക്കസ്, എൻറ്ററോകോക്കസ്, ബാസിലസ്, ക്ലോസ്ട്രിഡിയം. അതേപോലെ തന്നെ നമ്മുടെ സോയില് ഫീക്കൽ മെറ്റീരിയൽസ് കണ്ടാമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാത്തോജനിക് ബാക്ടീരിയ വൈറസസ് ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഒക്കെ ഒരു സോയിലില് നമ്മുടെ ഇപ്പം ഫിഷ് കൾച്ചറിങ് ഒക്കെ നടക്കുമ്പോൾ അവരുടെ ചുറ്റുമുള്ള സോയിലിൽ ഇങ്ങനത്തെ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ ഇത്തരം മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ആ ഫുഡിലും ഉണ്ടായിരിക്കും. ദെൻ സീവേജ് ആൻഡ് മെന്യോ. ചില കേസസിൽ ഫെർട്ടിലൈസർ ആയിട്ട് നമ്മുടെ സീവേജ് വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇതില് ഇങ്ങനത്തെ സീവേജ് വാട്ടറിൽ നമുക്കറിയാം പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയയും വൈറസുകളും ഒക്കെ ഉണ്ടായിരിക്കും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയിൽ വലിയൊരു കൺസേൺ ആണ്. അതേപോലെ തന്നെ ഓർഗാനിക്കലി ഗ്രോൺ ഓർഗാനിക് ഫുഡ് എന്നൊക്കെ പറയുന്നത് ഒക്കെ ഒരു മേജർ കൺസേൺ. നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഇത് വളർത്തിയിരിക്കുന്നത്. പിന്നെ ഇമ്പോർട്ട് ചെയ്ത ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചിലപ്പം സീവേജ് വാട്ടർ വെച്ചിട്ടായിരിക്കും അതിനെ വളർത്തിയിട്ടുണ്ടാവുക. അപ്പൊ അത് കാരണം ബാക്ടീരിയ, വൈറസ്, അതോടൊപ്പം തന്നെ പാരസൈറ്റ്സ് വരെ ഈ ഇങ്ങനെ വളർത്തിയ ഫുഡ്സിൽ ഉണ്ടായിരിക്കും. ദെൻ വാട്ടർ. ഇപ്പൊ വാട്ടർ അറിയാൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടറാണ് വാട്ടർ എന്ന് പറയുന്നത്. ഫുഡൊക്കെ വളർത്തണമെങ്കിൽ നമുക്ക് വാട്ടർ വേണം. ഇറിഗേഷൻ, ഡ്രിങ്കിങ്, ഫിഷറി, മെറൈൻ പ്രോഡക്ട്സ്, വാഷിംഗ് ഫുഡ്സ്, പിന്നെ ഫുഡ് പ്രോസസ്സിംഗ്, സ്റ്റോറേജ്, സാനിറ്റേഷൻ, അങ്ങനെ ലൈക്ക് ഒരു ഫുഡ് ഉണ്ടായി അത് മാർക്കറ്റിൽ എത്തിക്കുന്ന വരെ വാട്ടർ ഇസ് വെരി എസെൻഷ്യൽ. അപ്പം വെള്ളത്തിന്റെ ക്വാളിറ്റി ഫുഡിന്റെ മൈക്രോബിയൽ ക്വാളിറ്റിനെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യാത്ത വാട്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുമെങ്കിൽ അതിൽ ബാക്ടീരിയയും വൈറസും പാരസൈറ്റ്സും ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് വേസ്റ്റ് വാട്ടർ, റീസൈക്കിൾ ചെയ്തിട്ടുള്ള വേസ്റ്റ് വാട്ടർ നമുക്ക് ഫുഡിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പക്ഷെ പ്രോപ്പർ ആയിട്ട് റീസൈക്കിൾ ചെയ്യാത്തതാണെങ്കിൽ അതിൽ കണ്ടാമിനേഷൻ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ പോർട്ടബിൾ വാട്ടർ ഫോർ പ്രോസസ്സിംഗ്, വാഷിംഗ്, സാനിറ്റേഷൻ, ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന വാട്ടർ പ്രോപ്പർ ആയിട്ട് ക്ലോറിൻ ട്രീറ്റ് ചെയ്തിരിക്കണം. കാരണം എന്നാലേ കോളിഫോംസും ബാക്കിയുള്ള പാത്തജൻസ് ഒക്കെ നശിക്കുള്ളൂ. പക്ഷെ എന്നാലും എന്താണ് ഇങ്ങനത്തെ വാട്ടറിൽ ചിലപ്പം സ്യൂഡോമോണാസ്, ആൽക്കലി ജീൻസ് ആൻഡ് ഫ്ലാവോ ബാക്ടീരിയം ഒക്കെ എന്നാലും ഉണ്ടായിരിക്കും. ഇവരൊക്കെ എന്ന് പറയുന്നത് സ്പോയിലേജ് ബാക്ടീരിയ ആണ്. ഇവരൊക്കെ ഫുഡ് സ്പോയിലേജിന് കാരണക്കാരാണ്. സ്യൂഡോമോണാസ്, ആൽക്കലി ജീൻസ് ആൻഡ് ഫ്ലാവോ ബാക്ടീരിയം ഒക്കെ. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഹ്യൂമൻസ് ആണ്. ഇപ്പം മനുഷ്യർ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഹ്യൂമൻസ് ഫുഡിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ മുതൽ കൺസംഷൻ വരെ. അപ്പം നമ്മൾ പ്രോപ്പർ ആയിട്ട് സാനിറ്റൈസ് ഒന്നും അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരിൽ നിന്ന് ഫുഡിലോട്ട് കണ്ടാമിനേഷൻ വരാം. ഫോർ എക്സാമ്പിൾ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യാതെ ഹാൻഡ്സ്, പേഴ്സണൽ ഹൈജീൻ ഇല്ല, ഡേർട്ടി ക്ലോത്ത്സ്, പിന്നെ നമ്മുടെ ഹെയർ, ഇതൊക്കെ ഫുഡിലോട്ട് കണ്ടാമിനേഷൻ വരും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ അത് കാരണം ക്രോസ് കണ്ടാമിനേഷൻ വരാം. പിന്നെ ഫുഡ് ബോൺ ഡിസീസസിന് മെയിൻ ഒരു കാരണക്കാരാണ് ഹ്യൂമൻ കാരിയേഴ്സ്. അതായത് നമ്മുടെ ബോഡിയിൽ കുറച്ച് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, രോഗങ്ങൾ പരത്തുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ നമ്മളിൽ നിന്ന് ആ ഫുഡിലോട്ട് വരും, അങ്ങനെ ഫുഡ് ബോൺ ഡിസീസസ് വരാം. ഫുഡിലോട്ട് മനുഷ്യരിൽ നിന്ന് ഫുഡിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറെ പാത്തജൻസ് ആണ് സ്റ്റെഫിലോകോക്കസ് ഓറിയസ്, സാൽമണല്ല, ഷിഗല്ല, ഇക്കോളൈ, നോറോ വൈറസ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് എ. ദെൻ ഫുഡ് ഇൻഗ്രീഡിയൻസ്. ഇപ്പൊ നമ്മൾ ഫുഡിലോട്ട് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിലോട്ടും അഡിറ്റീവ്സിലും ഇതൊക്കെ സ്പോയിലേഷൻ ഒരു കാരണക്കാരായിരിക്കും. ഫോർ എക്സാമ്പിൾ സ്പൈസസ്, ഷുഗർ, ഫ്ലവർ, കോക്കനട്ട്, എഗ്സ്, നട്ട്സ്, ഇതൊക്കെ നമ്മുടെ ഫുഡ് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ ഇതിലൊക്കെ ചിലപ്പം പാത്തജൻസ് ഉണ്ടായിരിക്കാം. പിന്നെ സ്പൈസസിലൊക്കെ മോൾഡ് ആൻഡ് ബാക്ടീരിയൽ സ്പോർട്സ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. സോ ഇത് കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡും സ്പോയിലേജ് ചെയ്യാൻ കാരണമാവും. ആൻഡ് ഫൈനലി എക്വിപ്മെന്റ്സ്.
ഹാർവെസ്റ്റിംഗ് മുതൽ ഫുഡ് ഒരു വെജിറ്റബിൾ അല്ലെങ്കിൽ പ്ലാന്റ് ഉണ്ടാക്കുന്ന മുതൽ അത് ഹാർവെസ്റ്റ് ചെയ്ത് പ്രോസസ് ചെയ്ത് സെൽ ചെയ്യുന്ന വരെ കുക്ക് ചെയ്യുന്ന വരെ നമ്മൾ എക്വിപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഹാർവെസ്റ്റിംഗ്, ട്രാൻസ്പോർട്ടിംഗ്, സ്ലോട്ടറിംഗ്, പ്രോസസിംഗ്, സ്റ്റോറിംഗ് ഫുഡ്, ഇതിനൊക്കെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്വിപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ എക്വിപ്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് സാനിറ്റൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ചുറ്റുള്ള എയറിൽ നിന്നോ വാട്ടറിൽ നിന്നോ പിന്നെ ഇപ്പോ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരിൽ നിന്നൊക്കെ എക്വിപ്മെന്റ്സിലോട്ട് ബാക്ടീരിയയും ബാക്കിയുള്ള ഓർഗാനിസംസ് ഒക്കെ വരും. എന്നിട്ട് ഇതിൽ നിന്ന് ഫുഡിലോട്ടും പോകും. അപ്പം ക്രോസ് കണ്ടാമിനേഷനിൽ വലിയൊരു കാരണക്കാരാണ് എക്വിപ്മെന്റ്സ്. എക്സാമ്പിൾസ് ആണ് സാൽമണല്ല, ലിസ്റ്റീരിയ, ഇക്കോളൈ, എൻട്രോകോക്കസ്, മൈക്രോകോക്കസ്, സ്യൂഡോമോണാസ്, ലാക്ടോബാസില്ലസ്, ല്യൂക്കനോസ്റ്റോക്ക്, ക്ലോസ്ട്രീഡിയം, ബാസിലസ് സ്പീഷീസ്, ഈസ്റ്റ് ആൻഡ് മോൾഡ്. ഇവയൊക്കെ ഫുഡിലോട്ട് കണ്ടാമിനേറ്റ് എക്വിപ്മെന്റ്സ് വഴി ഫുഡിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന പാത്തജൻസ് ആണ്. അപ്പൊ അത്രയേ ഉള്ളൂ സോഴ്സസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ഫുഡ് സ്പോയിലേജ്. അപ്പൊ നമ്മൾ പഠിച്ച എല്ലാ സോഴ്സസിലും ഓൾമോസ്റ്റ് ബാക്ടീരിയം, ഈസ്റ്റ്, മോൾഡ് ഒക്കെ തന്നെയാണ് വരുന്നത്. എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനിയുള്ള ഇന്നത്തെ അവസാനത്തെ ഒരു ടോപ്പിക് ആണ് കൺട്രോൾ ഓഫ് ഫുഡ് സ്പോയിലേജ്. നമുക്ക് ഇപ്പൊ നമ്മൾ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് സ്പോയിലേജ് എന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് അതിനെ കാരണക്കാരെന്ന് പറഞ്ഞു, പിന്നെ അതേപോലെ തന്നെ മൈക്രോബിയൽ സോഴ്സസ് എവിടെ നിന്നൊക്കെയാണെന്ന് പഠിച്ചു. ഓൾസോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് സ്പോയിലേജും പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് ഫുഡ് സ്പോയിലേജ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫുഡ് ഇൻഡസ്ട്രിയിൽ ഉള്ള വലിയൊരു പ്രശ്നമാണ് ഫുഡ് സ്പോയിലേജ് എന്ന് പറയുന്നത്. അപ്പം നമുക്കതിന് ഈ ഒരു കൺട്രോൾ മെക്കാനിസം നമുക്ക് രണ്ട് ക്ലാസ് ആയിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഇസ് പ്രീ ഹാർവെസ്റ്റ് ഫാക്ടേഴ്സ്. അതായത് ഫുഡ് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്, അത് കൂടുതലും ഫാക്ടേഴ്സ് നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണ് ഫുഡിന്റെ ഷെൽഫ് ലൈഫിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഹാർവെസ്റ്റിന് മുന്നേ. ദെൻ സെക്കൻഡ് വൺ ഇസ് പോസ്റ്റ് ഹാർവെസ്റ്റ് ഫാക്ടേഴ്സ്. അതായത് ഫുഡ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അതിന് ശേഷം എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഫുഡ് സ്പോയിലേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ പ്രീ ഹാർവെസ്റ്റ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് സൈറ്റ് സെലക്ഷൻ, genetic makeup, planting period, thinning, pruning, climatic conditions, heat management, light, humidity, fertilizers, and pest and disease management. ഇതൊക്കെ പറയുന്നത് ഹാർവെസ്റ്റിന് മുന്നേ ഫുഡ് സ്പോയിലേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. ദെൻ യു ഹാവ് പോസ്റ്റ് ഹാർവെസ്റ്റ് ഫാക്ടേഴ്സ്. അതായത് ഹാർവെസ്റ്റിന് ശേഷം എന്തൊക്കെ ചെയ്യാൻ പറ്റും. മെത്തേഡ്സ് ഓഫ് പ്രോസസിംഗ്, എത്തിലീൻ മാനേജ്മെന്റ്, chemical treatment, irradiation, respiration, relative humidity, and physical handling. ഓർത്ത് വെക്കുന്ന കാര്യം എന്താ വെച്ചാൽ പ്രീ ഹാർവെസ്റ്റ് ഫാക്ടേഴ്സും പോസ്റ്റ് ഹാർവെസ്റ്റ് ഫാക്ടേഴ്സും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഹാർവെസ്റ്റിന് മുന്നേ എന്തൊക്കെ ചെയ്തു അതൊക്കെ നമ്മൾ ഫുഡ് സ്പോയിലേജിനെ, അതായത് ആ ഫുഡ് എത്രത്തോളം കാലം കേടുകൂടാണ്ട് നിൽക്കും, അത് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പ്രീ ഹാർവെസ്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ബോത്ത് ആർ ഈക്വലി ഇമ്പോർട്ടന്റ്. നമുക്ക് ഓരോന്ന് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വിടാം. ഫസ്റ്റ് വൺ സൈറ്റ് സെലക്ഷൻ. സൈറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് ഫുഡിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. യൂഷ്വലി ഇത് വെജിറ്റബിൾസ് ആൻഡ് പ്ലാന്റ്സിനൊക്കെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പം സൈറ്റ് സെലക്ഷൻ എന്ന് പറയുമ്പം ആ സൈറ്റിലുള്ള പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡ് ചെയ്യും. മെയിൻ ആയിട്ട് സോയിൽ പ്രോപ്പർട്ടീസ്. ഇപ്പം സോയിൽ എന്ന് പറഞ്ഞ ഫുഡ് സ്പോയിലേഷനുള്ള മെയിൻ കണ്ടാമിനേഷനുള്ള ഒരു മെയിൻ സോഴ്സ് ആണ് സോയിൽ എന്ന് പറയുന്നത്. അപ്പൊ ആ സോയിലുള്ള കോമ്പോസിഷനും അതിന്റെ ഫിസിക്കൽ ക്വാളിറ്റി ഒക്കെ ഫുഡിന്റെ ക്വാളിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യും. ആ സോയില് ഹെവി മെറ്റൽസ്, ടോക്സിക് മെറ്റീരിയൽസ് ഇതൊക്കെ ഫ്രീ ആയിരിക്കണം. പിന്നെ ഫെർട്ടിലിറ്റി ഉണ്ടായിരിക്കണം, ആവശ്യത്തിന് ഫെർട്ടിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പം സോയിൽ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മളൊരു കൾട്ടിവേഷന് മുന്നേ ഒരു വലിയൊരു ഫാക്ടറാണ് സോയിൽ അനാലിസിസ്. സോയിലിന്റെ പ്രൊഫൈൽ നോക്കണം, സോയിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. പിന്നെ ഇനിയിപ്പം അക്വാകൾച്ചറും ഒക്കെ ആണെങ്കിൽ ആ വാട്ടറിന്റെ ക്വാളിറ്റി നമുക്ക് നോക്കണം. സോ ഇതൊക്കെ എന്ന് പറയുന്നത് ഇത് ഇസ് എ മെയിൻ ഫാക്ടർ. അടുത്തതാണ് ജനറ്റിക് മേക്കപ്പ്. അപ്പം ജനറ്റിക് മേക്കപ്പ് ഒരു ചെടീന്റെ ജനറ്റിക് മേക്കപ്പ് ആ ഒരു ചെടിയിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിനെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം പോസ്റ്റ് ഹാർവെസ്റ്റ് ക്വാളിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ് ജനറ്റിക് മേക്കപ്പ്. അതാണ് വെറൈറ്റീസ് വിത്ത് ഡിസയർഡ് ട്രേറ്റ്സ് ആർ ക്രൂഷ്യൽ ഫോർ പോസ്റ്റ് ഹാർവെസ്റ്റ് ക്വാളിറ്റി. നമുക്ക് ആവശ്യമുള്ള ട്രേറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഉള്ള വെറൈറ്റീസ് ആ ഫുഡിന്റെ ക്വാളിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ഷെൽഫ് ലൈഫ്, ഫേംനെസ്, റെസ്പിറേഷൻ റേറ്റ് ആൻഡ് എത്തിലീൻ പ്രൊഡക്ഷൻ. സോ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് ചെടീന്റെ വെറൈറ്റിക്ക് ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കണം, അതായത് കുറെ കാലം കേടുകൂടാണ്ടിരിക്കണം.
പിന്നെ ഫേംനെസ്, വെജിറ്റബിൾസ് ഒക്കെ ഫേം ആയിട്ടിരിക്കണം, സോഫ്റ്റ് ആവരുത് പെട്ടെന്ന്. റെസ്പിറേഷൻ റേറ്റ് കുറവായിരിക്കണം. പിന്നെ എത്തിലീൻ പ്രൊഡക്ഷൻ, അതും ഒരു ഫാക്ടറാണ്. അപ്പം ഇതൊക്കെ നമ്മൾ ഏത് വെറൈറ്റി സെലക്ട് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ഫുഡിന്റെ yield, ക്വാളിറ്റി ആൻഡ് മാർക്കറ്റ് അക്സെപ്റ്റബിലിറ്റി ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന വെറൈറ്റിക്ക് ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. പാത്തജൻസിനോടും ബാക്കിയുള്ള ക്ലൈമറ്റ്സിനോടൊക്കെ നല്ല റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, പെട്ടെന്ന് വെള്ളം ഇല്ലാത്ത കണ്ടീഷൻസിൽ വളരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഫ്ലഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ വളരാൻ പറ്റുന്ന ചെടികൾ, ഇതൊക്കെ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്, ക്ലൈമാറ്റിക് റെസിസ്റ്റൻസ് ആണ്. അപ്പം ക്ലൈമാറ്റിക് റെസിസ്റ്റൻസും ഡിസീസ് റെസിസ്റ്റൻസും ഉള്ള ചെടികളാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫുഡിന്റെ ക്വാളിറ്റിയും കൂടുതലായിരിക്കും. സോ ഏത് വെറൈറ്റി ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ഫുഡിന്റെ സൈസ്, കളർ, ടെക്സ്ചർ, ഫ്ലേവർ ആൻഡ് സ്റ്റോറേജ് പൊട്ടൻഷ്യൽ. ഫോർ എക്സാമ്പിൾ, ടൊമാറ്റോ കൾട്ടിവർ ആയിട്ടുള്ള റോമ വി എഫ് എന്ന് പറയുന്ന ഒരു ടൊമാറ്റോയുടെ ഹൈബ്രിഡ് വെറൈറ്റി ആണ്. റോമ വി എഫ് ഹൈബ്രിഡ് വെറൈറ്റിക്ക് ഹൈ ഷുഗർ കണ്ടന്റും ഉണ്ട്, ഓൾസോ ലോവർ വെയിറ്റ് ലോസ് ആണ്. ദീസ് ആർ ലൈക്ക് അവരുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്. സോ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ. പോസ്റ്റ് ഹാർവസ്റ്റ് സ്റ്റോറേജിനും യൂട്ടിലൈസേഷനും ഒക്കെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ജനറ്റിക് മേക്കപ്പ്. അടുത്തത് പ്ലാന്റിംഗ് പീരീഡ്. ഒപ്പം ഓരോ ചെടികൾ നമ്മൾ ഓരോ സമയത്താണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത്. അപ്പം നമ്മളെ പ്രോപ്പർ സമയത്ത് നമ്മൾ നട്ടാലേ നമുക്ക് പ്രോപ്പർ ആയിട്ട് yield കിട്ടുള്ളൂ. അപ്പം ഏത് സീസണിലാണ്, ഡ്രൈ സീസണിലാണോ റെയിനി സീസണിലാണ് വളർത്തുന്നതനുസരിച്ച് അതിന് കിട്ടുന്ന yieldന്റെ ക്വാളിറ്റി മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഡ്രൈ സീസൺ ക്രോപ്സ് എന്ന് പറയുമ്പോൾ അതിനെ പ്രത്യേകിച്ചാല് അവരുടെ സൈസും ഫേംനെസ്സും ഫൈബർ കണ്ടന്റ്, ന്യൂട്രീഷണൽ കോമ്പോസിഷനും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ റെയിനി സീസണിൽ വളർത്തുന്ന ക്രോപ്സ് എന്ന് പറയുമ്പം അവർക്ക് കുറച്ചും കൂടെ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും, പെട്ടെന്ന് കേടാവാനുള്ള ചാൻസസും ഉണ്ട് റെയിനി സീസണിൽ വളർത്തുന്ന ക്രോപ്സിന്. നെക്സ്റ്റ് ഇസ് ഇറിഗേഷൻ. സോ ഇറിഗേഷൻ, ഇപ്പൊ ഏതൊരു ചെടി വളർത്തണമെങ്കിലും യു നീഡ് പ്രോപ്പർ ഇറിഗേഷൻ. ഇത് ക്രോപ്പ് ഡെവലപ്മെന്റിനും അവരുടെ ന്യൂട്രീഷണൽ കോമ്പോസിഷനും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇറിഗേഷൻ. സോ പ്രോപ്പർ ആയിട്ട് ഇറിഗേഷൻ നമുക്ക് കിട്ടുന്നില്ല, അതായത് പ്രോപ്പർ ആയിട്ട് വെള്ളമൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഇത് സംഭവിക്കുന്ന ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ ഉണ്ടാകുന്ന വെള്ളത്തിന്റെ കണ്ടന്റ് കുറയും, ഫ്രൂട്ട് വാട്ടർ അക്യുമുലേഷൻ കുറയും. അത് കാരണം നമുക്ക് കിട്ടുന്ന ഫ്രൂട്ടിന്റെ ഫ്രഷ്നെസ്സും കുറയും. പക്ഷെ ടൊമാറ്റോസിന്റെ കേസിൽ സോല്യൂബിൾ സോളിഡ്സ്, ടൊമാറ്റോ എന്ന് പറയുമ്പോൾ വാട്ടർ കണ്ടന്റ് വളരെ കൂടുതലാണ്. പക്ഷെ വാട്ടർ കണ്ടന്റ് ഇൻ കേസ് കുറയുകയാണെങ്കിൽ അതിലുള്ള സോളിഡ്സിന്റെ ഒക്കെ ക്വാണ്ടിറ്റി കൂടും. പിന്നെ വാട്ടർ നമുക്ക് കിട്ടുന്നില്ല, പ്രോപ്പർ ആയിട്ട് ഇറിഗേഷൻ ഒന്നും കിട്ടുന്നില്ല. അപ്പം അത് കാരണം മോയിസ്ചർ സ്ട്രെസ് വരും. അത് കാരണം yield ക്വാളിറ്റിയും കുറയും. എങ്ങനെയാ വെച്ചാൽ സെൽ എൻലാർജ്മെന്റ് ഒക്കെ കുറയും. അതായത് പ്രോപ്പർ ആയിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ആ ഫ്രൂട്ടിന്റെയും വെജിറ്റബിൾസിന്റെ ഒക്കെ സെല്ല് നല്ലോണം വളർന്ന് ഡിവൈഡ് ചെയ്യുള്ളൂ. അപ്പം വെള്ളം കിട്ടുന്നില്ലെങ്കിൽ സെല്ല് വളരില്ല. സോ ഫ്രൂട്ടിന്റെ സൈസും കുറവായിരിക്കും. പിന്നെ വേറൊരു പ്രത്യേകത, ഹൈ മോയ്സ്ചർ കണ്ടുള്ള ഫുഡിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറവായിരിക്കും, പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഹൈബ്രിഡ് അണിയൻസിന്റെ കേസിൽ അവർക്ക് ഡ്രൈ മാറ്റർ ആണ് കുറവായിരിക്കും, അതായത് അവരുടെ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും. ബിക്കോസ് ദേ ഹാവ് ലോ ഡ്രൈ മാറ്റർ കണ്ടന്റ്, വിച്ച് മീൻസ് വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റോറേജ് കപ്പാസിറ്റിയും കുറവാണ്. ബിക്കോസ് ഹൈ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ഫുഡിന് യൂഷ്വലി സ്റ്റോറേജ് കപ്പാസിറ്റി കുറവാണ്. പിന്നെ അതേപോലെ മഴക്കാലത്തൊക്കെ നമ്മൾ മഴയ്ക്ക് ശേഷം ഹാർവെസ്റ്റ് ചെയ്യുന്ന ബനാനാസ്, പഴത്തിനൊക്കെ അവരുടെ മേലിലൊക്കെ കുറെ വെട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പം ഇത് കാരണം ഇൻഫെക്ഷനും പഴം പെട്ടെന്ന് ചീത്തയാവാനുള്ള ഒരു കാരണക്കാരാണ്. പിന്നെ എക്സസീവ് ടേർജിഡിറ്റി ഇൻ ഓറഞ്ചസ്, അതായത് ഓറഞ്ചിൽ ഇങ്ങനെ വെള്ളത്തിന്റെ അളവ് കൂടി ഓറഞ്ച് ഇങ്ങനെ ഭയങ്കര ഹാർഡായി ടേർജിഡായി നിൽക്കുകയാണ്. അപ്പം ഇത് കാരണം ഓറഞ്ച് പെട്ടെന്ന് കേടാവും. ഇത് ഒളിയോസെല്ലോസിസ് അല്ലെങ്കിൽ ഓയിൽ സ്പോട്ടിങ്ങിനൊക്കെ കാരണക്കാരാണ്. പിന്നെ അതേപോലെ തന്നെ ഇറിഗേഷൻ സമയത്ത് കുറെ മഴയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഇലച്ചെടികൾ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഭയങ്കര ഹാർഡ് ആവും, ഓൾസോ പെട്ടെന്ന് ബ്രിട്ടിലാവും. ഇതൊക്കെ നല്ലതല്ല, കാരണം ലീഫി വെജിറ്റബിൾസ് കുറെ വെള്ളം കൂടി പോയാൽ അത് പെട്ടെന്ന് കേടായി പോകും. അടുത്തൊരു ടെക്നിക്കാണ് തിന്നിങ്. സോ തിന്നിങ് എന്ന് പറയുമ്പം ഒരു കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഒരേ കൃഷി സ്ഥലത്ത് നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ചെടികളൊക്കെ
പറിച്ച് മാറ്റുക. വീഡിങ് അല്ല, തിന്നിങ് എന്ന് വെച്ചാൽ നമ്മൾ വളർത്തുന്ന ചെടിയിൽ നിന്ന് തന്നെ ചിലതിന് ചിലപ്പം ഹൈറ്റ് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നല്ലോണം വളരുന്നില്ല, അല്ലെങ്കിൽ അധികം ഇലകളില്ല, പൂക്കളൊന്നുമില്ല. അപ്പൊ ഇങ്ങനത്തെ ക്വാളിറ്റി കുറവുള്ള ചെടികളെ പറിച്ച് മാറ്റുന്നതിനാണ് നമ്മൾ തിന്നിങ് എന്ന് പറയുന്നത്. സോ ഇത് കാരണം ആ പ്ലാന്റ് പോപ്പുലേഷൻ കുറയും. അത് കാരണം പ്ലാന്റ്സ് തമ്മിലുള്ള കോമ്പറ്റീഷൻ കുറയും. സോ ഇത് കോമ്പറ്റീഷൻ കുറയുമ്പോൾ എന്താ വെച്ചാൽ ബാക്കിയുള്ള ചെടികൾക്ക് ആവശ്യത്തിന് ന്യൂട്രിയൻസും ലൈറ്റ് ആൻഡ് വാട്ടർ കിട്ടും. ഇത് കാരണം നമുക്ക് കിട്ടുന്ന yield ക്വാളിറ്റിയും കൂടുതലായിരിക്കും. So it improves the quality of harvested produce. Also fruit texture and sunlight availability ഒക്കെ പ്രോപ്പർ ആയിട്ട് കിട്ടും. ആൻഡ് എന്താണ് ഫ്രൂട്ട് സൈസും കൂടുതലായിരിക്കും. നെക്സ്റ്റ് ടെക്നിക് ആണ് പ്രൂണിങ്. പ്രൂണിങ് എന്ന് പറയുമ്പോൾ ഒരു ചെടിയിൽ തന്നെ വേണ്ടാത്ത തണ്ടും ഇലയും ഒക്കെ പറിച്ചു മാറ്റുക. അപ്പൊ അത് കാരണം വളരുന്ന ചെടി ഭയങ്കര ഹെൽത്തി ആയിട്ട് വളരും. സോ ഇതും ആ ചെടിയിൽ തന്നെ പ്രോപ്പർ ആയിട്ട് ലൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടും, ഹെൽപ്പ് ചെയ്യും. ഓൾസോ ഫ്രൂട്ട് ടെക്സ്ചർ എൻഹാൻസ് ചെയ്യും. ഇനിയിപ്പോ പ്രോപ്പർ ആയിട്ട് പ്രൂൺ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഫ്രൂട്ടിന്റെ ക്വാളിറ്റിയും കുറവായിരിക്കും. ടെക്സ്ചർ ചിലപ്പം കേടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ന്യൂട്രിയൻ കണ്ടന്റ് ഒക്കെ കുറവായിരിക്കും. അതേപോലെ തന്നെ പ്രൂണിങ് കാരണം നമുക്ക് ആ ഒരു ചെടിയിലുള്ള ഫ്ലവേഴ്സിനെ ഫ്രൂട്ട്സിനെ എണ്ണം കൺട്രോൾ ചെയ്യാം. അത് കാരണം കോമ്പറ്റീഷൻ കുറയ്ക്കാൻ പറ്റും. ഓൾസോ ഒരു ചെടിയിൽ കിട്ടുന്ന ന്യൂട്രിയൻസ് നമുക്ക് ഒരു വേണ്ട സ്ഥലത്തോട് നമുക്ക് പ്രോപ്പർ ആയിട്ട് എത്തിക്കാൻ പറ്റും. ഇതൊക്കെ ആ കിട്ടുന്ന yield ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. Then you have climatic conditions. So climatic conditions നമ്മുടെ പ്ലാന്റ് സെൻസിറ്റിവിറ്റിയും ക്വാളിറ്റിയും ഇമ്പാക്ട് ചെയ്യുന്ന ഒരു വലിയൊരു ഫാക്ടർ ആണ്. അഡ്വേഴ്സ് ആയിട്ടുള്ള നമുക്ക് ഫേവറബിൾ അല്ലാത്ത ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആണെങ്കിൽ അത് നമ്മുടെ ഫുഡിന്റെ ക്വാളിറ്റിനെ എഫക്ട് ചെയ്യും. ഇപ്പം വളരുന്ന സമയത്ത് വെതർ ഒക്കെ മോശമാണെങ്കിൽ, കാലാവസ്ഥ മോശമാണെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ലോണം yield കിട്ടിയെന്ന് വരില്ല. മോയ്സ്ചർ കണ്ടന്റ് കൂടാം, ഷെൽഫ് ലൈഫ് കുറയാം. ഇതൊക്കെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ ഹീറ്റ് മാനേജ്മെന്റ്. ഹീറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഒരു ചെടിയിൽ ഉണ്ടാവുന്ന അവയിലുണ്ടാവുന്ന ഫിസിയോളജിക്കൽ ആൻഡ് ബയോകെമിക്കൽ പ്രോസസ് ഒക്കെ ടെമ്പറേച്ചറിനനുസരിച്ച് ഇരിക്കും. അപ്പൊ ഓരോ ചെടിക്കും വളരണമെങ്കിൽ ഓരോ പ്രോപ്പർ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും, ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. പൊതുവെ ഹൈ ടെമ്പറേച്ചർ നമ്മൾ ആവശ്യത്തിന് കൂടുതൽ ഹൈ ടെമ്പറേച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന yield, അതിന്റെ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും. ഓൾസോ ക്വാളിറ്റിയും കുറയും. ഇത് കാരണം എന്താ വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ചെടിയിൽ ഉണ്ടാകുന്ന റെസ്പിറേഷൻ പെട്ടെന്ന് കൂടും. റെസ്പിറേഷൻ എന്ന് പറയുന്നത് ചെടിയിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ് ആണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പം റെസ്പിറേഷന്റെ സ്പീഡ് കൂടും. അത് കാരണം ചെടിയിലുള്ള കാർബോഹൈഡ്രേറ്റ്സിന്റെ ഒക്കെ അളവ് കുറയും. അത് മാത്രമല്ല ഹൈ ടെമ്പറേച്ചറിൽ തക്കാളിന്റെ ഒക്കെ റൈപ്പനിങ് റേറ്റ്, അതായത് അതൊക്കെ പെട്ടെന്ന് പഴുത്തു പോകും. പിന്നെ യൂഷ്വലി ഓറഞ്ചസ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് വളരുന്നത്. സോ ട്രോപ്പിക്കൽ റീജിയൻസിൽ വളരുന്ന ഓറഞ്ചസിന് യൂഷ്വലി ഷുഗർ കണ്ടന്റ് കൂടുതലായിരിക്കും ആൻഡ് സോളിബിൾ സോളിഡ്സും കൂടുതലായിരിക്കും. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ടെമ്പറേച്ചർ കൂടിപ്പോയാൽ അവിടെ നിന്ന് കിട്ടുന്ന ഓറഞ്ചസിന്റെ കളർ ഭയങ്കര പച്ചയായിരിക്കും. ഓൾസോ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റില്ല, സ്കിന്നിന്റെ ഒക്കെ കട്ടി കൂടും, പിന്നെ മധുരം കുറവായിരിക്കും. ഇതൊക്കെ ഹൈ ടെമ്പറേച്ചേഴ്സ് കാരണമാണ്. നെക്സ്റ്റ് ഒരു ഫാക്ടറാണ് ലൈറ്റ്. സോ ഡ്യൂറേഷൻ, ലൈറ്റിന്റെ ക്വാളിറ്റിയും ഡ്യൂറേഷനും ഇന്റൻസിറ്റിയും ഒക്കെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ക്വാളിറ്റിനെ എന്താണ് ക്വാളിറ്റിനെ സോ ലൈറ്റിന്റെ ക്വാളിറ്റി, ഡ്യൂറേഷൻ, ഇന്റൻസിറ്റി ഒക്കെ ഫ്രൂട്ടിന്റെ വെജിറ്റബിൾ ക്വാളിറ്റിനെ ഇമ്പാക്ട് ചെയ്യും. സോ യൂഷ്വലി ഒരു ഒപ്റ്റിമൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഹൈ ലൈറ്റ് ഇന്റൻസിറ്റി ആണ് വേണ്ടത്. യൂഷ്വലി ലൈറ്റിൽ തന്നെ കുറെ കളേഴ്സ് ഉള്ള ലൈറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതില് കാർബോഹൈഡ്രേറ്റ് സിന്തസിസിനും പിന്നെ ഒരു ഫുഡിന്റെ ഷെൽഫ് ലൈഫ് ഡിറ്റർമൈൻ ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി റെഡ് ലൈറ്റ് ആണ്. അപ്പം ഈ റെഡ് ലൈറ്റ് പ്ലാന്റ്സിലുള്ള ഫൈറ്റോക്രോം പിഗ്മെന്റ്സ് അബ്സോർബ് ചെയ്യും. ഇതാണ് നമ്മുടെ ഫുഡിലുള്ള കാർബോഹൈഡ്രേറ്റ് സിന്തസിസിനെയും ഷെൽഫ് ലൈഫിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ കുറച്ച് എക്സ്പെരിമെന്റ് കേസസ് ആണ്. ഫോർ എക്സാമ്പിൾ, നല്ല ഫുൾ സൺ കണ്ടന്റ്, നല്ല ലൈറ്റ് അവൈലബിലിറ്റി ഉള്ള കണ്ടീഷൻസിൽ വളരുന്ന സിട്രസ് ആൻഡ് മാംഗോ ഫ്രൂട്ട്. സിട്രസ് എന്ന് പറയുമ്പോൾ ഓറഞ്ചസ്, ലെമൺ, ഇവയൊക്കെ. ഇവരുടെയൊക്കെ പ്രത്യേകത വെച്ചാൽ, അതായത് ഫുൾ നല്ല പ്രോപ്പർ ലൈറ്റ് അല്ലെങ്കിൽ ആവശ്യത്തിന് കൂടുതൽ ലൈറ്റ് ഉള്ള കണ്ടീഷൻസിൽ വരുന്ന സിട്രസ് ആൻഡ് മാംഗ്രോ ഫ്രൂട്ട്സിന് അവരുടെ സ്കിന്നിന്റെ കട്ടി കുറവായിരിക്കും. ഓൾസോ ലോവർ വെയിറ്റ്, ലോ ജ്യൂസ് കണ്ടന്റ്, ലോ ആസിഡിറ്റി. ബട്ട്
ഹൈ ടോട്ടൽ സോലബിൾ സോളിഡ്സിന്റെ സോളിഡ്സിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും, പക്ഷെ ഷുഗർ കണ്ടന്റ്, ആസിഡ് ജ്യൂസ് കണ്ടന്റ് ഒക്കെ കുറവായിരിക്കും. ദെൻ ഷെയ്ഡ് ഡൗൺ സിട്രസ്, അതായത് തണലിലൊക്കെ വളരുന്ന സിട്രസ് ഫ്രൂട്ട്സ് ആണെങ്കിൽ അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ മേ ബി ലെസ് സസെപ്റ്റബിൾ ടു ചില്ലിംഗ് ഇഞ്ചുറി ഇൻ കോൾഡ് സ്റ്റോറേജ്. കോൾഡ് സ്റ്റോറേജിന്റെ കേസിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ചില്ലിംഗ് ഇഞ്ചുറി എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ പെട്ടെന്ന് ഡ്രോപ്പ് ആകുമ്പോൾ ഫുഡ് സ്പോയിൽ ആവും. പക്ഷെ തണലിൽ വളരുന്ന ഷെയ്ഡ് ഗ്രോൺ ആയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കോൾഡ് സ്റ്റോറേജ് ചെയ്താലും അവര് ചില്ലിംഗ് ഇഞ്ചുറിക്ക് അധികം ബാധിക്കില്ല. ദെൻ ടൊമാറ്റോസ് സൺലൈറ്റിലൂടെ എക്സ്പോസ് ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് പഴുക്കും. അതോടൊപ്പം തന്നെ അവരുടെ സ്കിന്നിന് പെട്ടെന്ന് റെഡ് കളർ ആവും, നല്ല ഡീപ്പ് റെഡ് കളർ കിട്ടും, ആൻഡ് ഓൾസോ എ ഫോം ടെക്സ്ചർ. ബട്ട് ലൈറ്റ് ഇന്റൻസിറ്റി കുറവാണെങ്കിൽ പ്ലാന്റ് ടിഷ്യൂസിലുള്ള അസ്കോർബിക് ആസിഡിന്റെ അളവ് കുറയും. ഫ്രൂട്ട്സിലൊക്കെ ഉള്ള ഒരു മെയിൻ ആസിഡാണ് അസ്കോർബിക് ആസിഡ്. ഇവരുടെ അളവ് കുറയും. അതേപോലെ തന്നെ നല്ല വെളിച്ചത്തിൽ വളരുന്ന ലീഫി വെജിറ്റബിൾസിന്റെ ഒക്കെ ഇലകളുടെ സൈസ് കൂടുതലായിരിക്കും, ലാർജ് ലീവ്സ് ആയിരിക്കും. ബട്ട് ലോ ഇന്റൻസിറ്റി ലൈറ്റ് വളരുന്ന വെജിറ്റബിൾസിന്റെ ലീഫ് സൈസ് എന്ന് പറയുന്നത് കുറവായിരിക്കും, തിന്നർ ലീവ്സ് ആയിരിക്കും. ദെൻ ഹ്യൂമിഡിറ്റി. സോ ഹൈ ഹ്യൂമിഡിറ്റി, വളരുന്ന സമയത്തുള്ള ഹൈ ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പം ഇറ്റ് റിസൾട്ട്സ് ഇൻ തിൻ റൈൻഡ് ആൻഡ് ഇൻക്രീസ്ഡ് സൈസ് ഇൻ സം പ്രൊഡ്യൂസ്. റൈൻഡ് എന്ന് പറയുമ്പോൾ പുറത്തുള്ള തൊലീനെയാണ്. സോ ഹൈ ഹ്യൂമിഡിറ്റി കണ്ടീഷൻസിലാണ് വളരുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ഔട്ടർ സ്കിൻ ഭയങ്കര തിന്നായിരിക്കും, അതേപോലെ തന്നെ സൈസ് കൂടുതലായിരിക്കും. അപ്പൊ ഇത് കാരണം ഡിസീസസ് ഹാർവെസ്റ്റ് ചെയ്തതിനു ശേഷം ഡിസീസസ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. കാരണം അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാനുള്ള സ്കിന്നിന്റെ തിക്നെസ് കുറവാണ്. അപ്പൊ പെട്ടെന്ന് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ കണ്ടാമിനേറ്റ് ആവും. പിന്നെ അതേപോലെ തന്നെ ഹൈ ഹ്യൂമിഡിറ്റി ആണെങ്കിൽ ബാക്ടീരിയൽ ഡിസീസസും ഫംഗൽ ഡിസീസും ഒക്കെ സ്റ്റോറേജ് ചെയ്യുന്ന സമയത്തും ട്രാൻസ്പോർട്ടേഷൻ സമയത്തൊക്കെ ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ഡിസീസസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യും. ദെൻ ഓൾസോ എത്തിലീൻ ഗ്യാസ് പ്രൊഡക്ഷൻ കൂടും ഹൈ ഹ്യൂമിഡിറ്റി കാരണം. ബട്ട് ഹ്യൂമിഡിറ്റി കുറവാണെങ്കിൽ, അതായത് ലോ ഹ്യൂമിഡിറ്റി ആണെങ്കിൽ പ്ലാന്റ്സ് തിൻ ലീവ്സ് ഉള്ള പ്ലാന്റ്സിന്റെ ഒക്കെ ലീഫ് എഡ്ജസ് പെട്ടെന്ന് ബ്രൗൺ ആവും. അപ്പൊ ലീഫി വെജിറ്റബിൾസ് ഒക്കെ പെട്ടെന്ന് കേടാം ഹ്യൂമിഡിറ്റി കുറവാണെങ്കിൽ. ദെൻ അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ സ്റ്റൊമേറ്റ, ചെടിയിലുള്ള സ്റ്റൊമേറ്റയും ക്യൂട്ടിക്കിൾസ് ഒക്കെ വഴി നമ്മുടെ ചെടീൻ്റെ ഉള്ളിലോട്ട് വാട്ടർ ബോൺ പൊല്യൂട്ടൻസും പാത്തജൻസും ഒക്കെ പെട്ടെന്ന് കയറും. പിന്നെ ഹ്യൂമിഡിറ്റി കൂടുതലാവുമ്പോൾ വേറൊന്നാണ് ട്രാൻസ്പിറേഷൻ കുറയും. ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് പ്ലാന്റിന്റെ ബ്രീതിങ് ആണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ ട്രാൻസ്പിറേഷൻ കുറയും, അത് കാരണം ചെടിയിൽ കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ഫെർട്ടിലൈസേഴ്സ്. അപ്പം ഫെർട്ടിലൈസേഴ്സ് ഇസ് എ മേജർ ഫാക്ടർ വിച്ച് അഫക്ട് പോസ്റ്റ് ഹാർവെസ്റ്റ് ക്വാളിറ്റി. പ്രോപ്പർ ആയിട്ട് നമുക്ക് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് ഇല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സും പിന്നെ ഇൻഫെക്ഷൻസും ഒക്കെ ചെടിയിൽ വരും. അതുപോലെ തന്നെ നമുക്ക് ചെടിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ഒന്നും കിട്ടൂല, മിനറൽ ഡെഫിഷ്യൻസീസ് വരാം. ഇത് കാരണം ക്വാളിറ്റി ഓഫ് ദി ഫുഡും കുറയും. സോ ഇറിഗേഷന്റെ സമയത്ത് നമുക്ക് ചെടിക്ക് കുറെ ട്രേസ് എലമെന്റ്സ് ഒക്കെ വേണം. അപ്പം ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഫ്രൂട്ടിന്റെ ക്വാളിറ്റിയും കുറയും. ദെൻ ഒരു ന്യൂട്രിയൻ ബാലൻസ് ഉണ്ടായിരിക്കണം. ഫ്രൂട്ട് ടെക്സ്ചറിനും സൈസിനും ഒക്കെ നല്ല സൈസ് ആൻഡ് ടെക്സ്ചർ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ന്യൂട്രിയൻ ബാലൻസ് വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ ഡെഫിഷ്യൻസി വരും. ഫോർ എക്സാമ്പിൾ നൈട്രജൻ ഡെഫിഷ്യൻസി കാരണം ഫ്രൂട്ട്സിന്റെ സൈസും കുറയും, ഓൾസോ ഫേംനെസ് കുറയും. ബട്ട് നൈട്രജൻ കൂടി പോയാൽ ഇറ്റ് ലീഡ്സ് ടു എക്സസ് ഫേംനെസ്, ഇറ്റ് ലീഡ്സ് ടു ലോസ് ഓഫ് ഫേംനെസ് ആൻഡ് ഡിക്രീസ് സ്റ്റോറബിലിറ്റി. അപ്പം ഡെഫിഷ്യന്റ് ആവാൻ പാടില്ല, എക്സസ് ആവാനും പാടില്ല. ഒരു ബാലൻസ്, ന്യൂട്രിയൻ ബാലൻസ് വേണം. പിന്നെ അതേപോലെ തന്നെ പൊട്ടാഷ്യം ഡെഫിഷ്യൻസി കാരണം ഫുഡിന്റെ ടെക്സ്ചറിൽ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ വരും, വിച്ച് റിസൾട്ട്സ് ഇൻ സ്മോൾ പൂർലി കളേർഡ് ഹാർഡ് ആൻഡ് ഇൻഎഡിബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. ദെൻ പെസ്റ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെന്റ്. സോ പാത്തജൻസും ഇൻസെക്ട്സും ഒക്കെ, റോഡൻസ്, ഇൻസെക്ട് റാക്സ്, പിന്നെ അതേപോലെ പാത്തജൻസ് ഒക്കെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഫുഡില് സ്പോയിൽ ചെയ്യാനുള്ള മേജർ ഫാക്ടറാണ്. അപ്പൊ ഇവരൊക്കെ നമ്മൾ മാനേജ് ചെയ്യണം. ഇതൊന്നും ഫുഡായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. സോ നെമറ്റോഡ്സ് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെ കുറെ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാക്കും. ഇത് കാരണം ഫുഡിന്റെ ഷെൽഫ് ലൈഫ് കുറയും. പിന്നെ പാരസൈറ്റ്സും ഫുഡ് ഡാമേജിന് കാരണക്കാരാണ്. ഓൾസോ ഇൻസെക്ട് ഡാമേജ് ഇൻ അഗ്രികൾച്ചർ ക്യാൻ കൺസ്യൂം ഓവർ 50% ഓഫ് ദി ഹാർവെസ്റ്റ് ആൻഡ് മേക്ക് എലിമിനേഷൻ ചലഞ്ച്. മെയിൻ ചലഞ്ച് ആണ് ഇൻസെക്ട്സ് കാരണം, എലിയൊക്കെ കാരണം പെട്ടെന്ന് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച ഫുഡ് ഗ്രെയിൻസ് ഒക്കെ കുറെ നശിക്കും. സോ നെമറ്റോഡ്സ് ആൻഡ് അമീബ, അത് വാട്ടർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഫുഡിന്റെ ക്വാളിറ്റി കുറയും. ദെൻ കെമിക്കൽസ്, പെസ്റ്റ് കൺട്രോളിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് നമ്മൾ പ്രോപ്പർ ആയിട്ടല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ഹ്യൂമൻ ഹെൽത്ത് ഹസാർഡ്സ്.
അടുത്തതാണ് ഇനി നമ്മൾ പറയാം. ഇത്രയും നമ്മൾ പറഞ്ഞത് പ്രീ ഹാർവെസ്റ്റ് ഫാക്ടേഴ്സ് ആയിരുന്നു. ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. ഇനി പോസ്റ്റ് ഹാർവെസ്റ്റ് മെത്തേഡ്സ് ആണ്. ഹാർവെസ്റ്റിന് ശേഷം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഇസ് മെത്തേഡ്സ് ഓഫ് പ്രോസസിങ്. ഇപ്പം ഫുഡ് പ്രോസസിങ് അത് വേറെ തന്നെ ഫീൽഡാണ്, ഒരു വലിയൊരു ഫീൽഡാണ് ഫുഡ് പ്രോസസിങ് എന്ന് പറയുന്നത്. ഹാർവെസ്റ്റ് ചെയ്തതിനു ശേഷം ഫുഡ് പ്രോസസ് ചെയ്യാറുണ്ട്, ആണ് നമ്മൾ ഫുഡ് പ്രോസസിങ് നടത്തുന്നത്. അപ്പം പ്രോസസിങ് കാരണം ഫുഡിന്റെ ഷെൽഫ് ലൈഫ് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പം എങ്ങനെയൊക്കെ ചോദിച്ചാൽ കുറച്ച് എക്സാമ്പിൾസ് ആൻഡ് കേസസ് ചോദിച്ചാൽ, പ്ലാന്റ്സും ഫ്രൂട്ട്സിലും ഒക്കെ ഉള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിൽ ഫിനോളിക് ആന്റി ഓക്സിഡൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ പ്രോസസിങ് കാരണം ഫിനോളിക് ആന്റി ഓക്സിഡൻസിന്റെ അളവ് കുറയും, ഇത് കാരണം ഷെൽഫ് ലൈഫ് കൂടാം. അതേപോലെ തന്നെ ബ്ലാഞ്ചിങ് ഇസ് എ ഫോം ഓഫ് ഫുഡ് പ്രോസസിങ്. ഇത് കാരണം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലുള്ള ആന്തോസയാനിൻ നഷ്ടപ്പെടുന്നത് കുറയ്ക്കാൻ പറ്റും. ഇത് കാരണം പ്രത്യേകിച്ച് ബെറീസിലൊക്കെ ആന്തോസയാനിൻ ലോസസ് കൂടുതലാണ് എൻസൈംസിന്റെ റിയാക്ഷൻ കാരണം. അപ്പൊ ബ്ലാഞ്ച് ചെയ്യുമ്പോൾ ബെറീസിനെ നമ്മൾ ബ്ലാഞ്ച് ചെയ്യുമ്പോൾ അതിൽ ഉള്ള എൻസൈംസ് ഇല്ലാണ്ടാവും. അപ്പം ആന്തോസയാനിൻ നഷ്ടപ്പെടുന്നത് കുറയും. സോ ബെറീസിന്റെ ഷെൽഫ് ലൈഫ് കൂടും. അതേപോലെ തന്നെ വേറൊരു കേസ് ലെറ്റ്യൂസ് പ്രൊഡ്യൂസ് ബൈ മെഷീൻ സ്ലൈസിങ്. ഇറ്റ് ഷോഡ് 25 to 63% ലോവർ റിട്ടൻഷൻ ഓഫ് അസ്കോബേറ്റ് കമ്പയർഡ് ടു മാനുവലി ടോൺ ലെറ്റ്യൂസ്. അപ്പം പ്രോസസിംഗ് ഒക്കെ ജസ്റ്റ് കേസസ് ആണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം യൂഷ്വലി ഫുഡ് പ്രോസസിംഗ് എന്ന് പറയുന്നത് ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നെക്സ്റ്റ് ഇസ് എത്തിലീൻ മാനേജ്മെന്റ്. എത്തിലീൻ മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എത്തിലീൻ ഗ്യാസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ ഓർഡർലെസ്, കളർലെസ് ആൻഡ് നാച്ചുറൽ പ്ലാന്റ് ഹോർമോൺ ആക്റ്റീവ് അറ്റ് ട്രേസ് ലെവൽസ്. യൂഷ്വലി എല്ലാ പ്ലാന്റ്സിലും ഉള്ള ഒരു ഹോർമോൺ ആണ് എത്തിലീൻ ഗ്യാസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ നാച്ചുറൽ ഏജിങ് ഹോർമോൺ, ഡെത്ത് ഹോർമോൺ ഓർ റൈപ്പനിങ് ഹോർമോൺ എന്നാണ് വിളിക്കുന്നത്. കാരണം ക്ലൈമാക്ട്രിക് ഫ്രൂട്ട്സിൽ മെച്യൂരിറ്റി എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് എത്തിലീൻ ഗ്യാസ്. ക്ലൈമാക്ട്രിക് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ചെടിയിൽ തന്നെ നോർമലി എത്തിലീൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഉണ്ടാക്കുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ ക്ലൈമാട്രിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചെടിയിൽ നിന്ന് ഫ്രൂട്ട് പറിച്ചെടുത്ത് കഴിഞ്ഞാലും ആ ഫ്രൂട്ടും എത്തിലീൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കാരണം ആ ഫ്രൂട്ട് ഇങ്ങനെ പെട്ടെന്ന് പഴുത്തും. അപ്പൊ അങ്ങനത്തെ ഫ്രൂട്ട്സിനെ നമ്മൾ ക്ലൈമാട്രിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ ഫ്രൂട്ട്സിന് പ്രത്യേകത വെച്ചാൽ എത്തിലീൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അത് പെട്ടെന്ന് ഡീക്കേ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എത്തിലീൻ ഗ്യാസ് ആണ് അല്ലെങ്കിൽ എത്തിലീൻ ഹോർമോൺ ആണ് പ്ലാന്റ് ഗ്രോത്ത്, ജെർമിനേഷൻ, ഡെവലപ്മെന്റ്, റൈപ്പണിങ്, മെച്യൂരിറ്റി, സെനിസൻസ് ആൻഡ് അബ്സഷൻ ഒക്കെ റെഗുലേറ്റ് ചെയ്തു. സെനിസൻസ് എന്ന് പറയുന്നത് ചെടി ഇങ്ങനെ മെച്യൂറായി ചാവാൻ പോകുന്നു. പിന്നെ അബ്സഷൻ എന്ന് പറയുമ്പോൾ ചെടീന്റെ ഏതെങ്കിലുമൊക്കെ ഇലയൊക്കെ കൊഴിഞ്ഞു പോകുന്നത് നമ്മൾ അബ്സഷൻ എന്ന് പറയുന്നത്. ഇതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് എത്തിലീൻ. സോ എത്തിലീൻ മാനേജ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പർ ക്രോപ്പ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. പോസ്റ്റ് ഹാർവെസ്റ്റ് ആൻഡ് പ്രീ ഹാർവെസ്റ്റ് ടെക്നിക്സിലൊക്കെ നമ്മൾ പ്രോപ്പർ കെയർ കൊടുത്താലേ നമുക്ക് എത്തിലീൻ മാനേജ്മെന്റ് നല്ലോണം നടത്താൻ പറ്റുള്ളൂ. പിന്നെ എത്തിലീൻ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ഫ്രൂട്ട്സിന്റെ എക്സാമ്പിൾസ് ആണ് ആപ്പിൾസ്, ബനാനാസ്, മെലൺസ്, പെയർസ് ആൻഡ് പീച്ചസ്. ഇവയൊക്കെ എത്തിലീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആണ്. ഇതിനൊക്കെ നമ്മൾ ക്ലൈമാക്ട്രിക് ഫ്രൂട്ട്സ് ആണ് വിളിക്കുക. Then you have ethylene sensitive fruits. Ethylene sensitive fruits എന്ന് പറയുമ്പോൾ യൂഷ്വലി എത്തിലീൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല, പക്ഷെ എത്തിലീനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഫ്രൂട്ട്സ് ഉണ്ടാവും. ബ്രോക്കലി, ക്യാബേജ് ആൻഡ് കോളിഫ്ലവർ. ദെൻ നോൺ ക്ലൈമാക്ട്രിക് ക്രോപ്സ് ഉണ്ട്. നോൺ ക്ലൈമാക്ട്രിക് ക്രോപ്സ് എന്ന് പറയുമ്പോൾ എത്തിലീൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ലീഫി വെജിറ്റബിൾസ്, വാട്ടർമെലൺ, സ്ട്രോബെറീസ് ആൻഡ് ഗ്രേപ്സ് ഇവയൊന്നും എത്തിലീനോട് റെസ്പോണ്ട് ചെയ്യാറില്ല. ഇവ എത്തിലീനായിട്ടോ കോണ്ടാക്ട് വന്നാലും അങ്ങനെ പെട്ടെന്ന് പഴുത്തൊന്നും പോകില്ല. പിന്നെ ക്ലൈമാട്രിക് ഫ്രൂട്ട്സിന് നമ്മൾ എത്തിലീനായിട്ട് എക്സ്പോസ് ചെയ്താൽ അതിൽ ആ ഫ്രൂട്ടിന് റെസ്പിറേഷൻ റേറ്റ് കൂടും. അപ്പൊ പെട്ടെന്ന് അവർ പഴുക്കാൻ തുടങ്ങും. സോ നമ്മൾ എന്താണ് പ്രോപ്പർ ആയിട്ട് പാക്കേജ് ചെയ്യണം. പാക്കേജ് ചെയ്തിട്ട് ഇങ്ങനത്തെ ക്ലൈമാട്രിക് ഫ്രൂട്ട്സിലുള്ള എത്തിലീൻ ഗ്യാസ് പ്രൊഡക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റണം. എന്നാലേ നമുക്ക് ഷെൽഫ് ലൈഫ് കൂട്ടാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ടൈപ്പ്, ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള മെച്യൂരിറ്റി, ഫിസിക്കൽ ഇഞ്ചുറീസ്, ഡിസീസ്, ടെമ്പറേച്ചർ, വാട്ടർ സ്ട്രെസ്, ഇതൊക്കെ എത്തിലീൻ പ്രൊഡക്ഷന് ഇമ്പാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. നമുക്ക് എത്തിലീന്റെ ഓരോ ഫ്രൂട്ട്സിലും ഉള്ള എത്തിലീന്റെ അളവ് അനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ വളരെ ലോ കോൺസെൻട്രേഷൻ എത്തിലീനുള്ള ഫ്രൂട്ട്സ് ആണ് ആർട്ടിച്ചോക്ക്, അസ്പാരഗസ്, കോളിഫ്ലവർ, ലീഫി വെജിറ്റബിൾസ്, ഗ്രേപ്പ്, സ്ട്രോബെറി, പൊമഗ്രാനൈറ്റ് ആൻഡ് പൊട്ടാറ്റോ. ഇവയൊക്കെ ഷെൽഫ് ലൈഫ് കൂടുതലാണ്, പെട്ടെന്ന് അങ്ങനെ കേടാവില്ല. ദെൻ ലോ കണ്ടന്റ് എക്സാമ്പിൾ കുക്കുംബർ, എഗ് പ്ലാന്റ്, ഒക്ര, വാട്ടർമെലൺ, ചില്ലി, ബ്ലൂബെറി, റാസ്ബെറി, പംകിൻ ഒക്കെ. ദെൻ മോഡറേറ്റ് കണ്ടീഷൻസിലുള്ളത്
ടൊമാറ്റോ, ബനാന, ഹണിഡ്യൂ മെലൺ, മാംഗോ, പ്ലാന്റൈൻ. ഹൈ കണ്ടന്റ് ഓഫ് എത്തിലീൻ ഉള്ള ഫ്രൂട്ട്സ് ആണ് ആപ്പിൾ, അവക്കാഡോ. അവക്കാഡോ ഒക്കെ പെട്ടെന്ന് ചീത്തയാവും. കിവി, നെക്ട്രിൻ, പപ്പായ, പീച്ച്, പെയർ ആൻഡ് പ്ലം. വെരി ഹൈ കണ്ടന്റ് എന്ന് പറയുമ്പോൾ greater than 100 kilogram per hour at 20 degrees Celsius. Example, സപ്പോട്ട, പാഷൻ ഫ്രൂട്ട് ആൻഡ് ചെറി മോയ. സോ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ഏറ്റവും കൂടുതൽ ഏതൊക്കെയാണ് ഉള്ളത്, പിന്നെ വളരെ കുറവുള്ളത് ഏതൊക്കെയാന്ന് നമുക്ക് അറിഞ്ഞിരിക്കുക. ആപ്പിൾ, അവക്കാഡോ, ഇതിലൊക്കെ എത്തിലിൻ ഗ്യാസ് വളരെ കൂടുതലാണ്. അപ്പൊ എത്തിലിൻ ഗ്യാസിന്റെ പ്രൊഡക്ഷൻ അളവ് കൂടുന്തോറും ഫ്രൂട്ട് പെട്ടെന്ന് പഴുക്കും, പെട്ടെന്ന് ചീത്തയാവും. ദെൻ കെമിക്കൽ ട്രീറ്റ്മെന്റ്. നമുക്ക് കെമിക്കൽസ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫുഡ് പോയിസേജ് കൺട്രോൾ ചെയ്യാം. അപ്പൊ അതിലുള്ളതാണ് ഓർഗാനിക് ആസിഡ്സ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓർഗാനിക് ആസിഡ്സ് ആണ് പ്രൊപ്പിയോണിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, സിട്രിക് ആസിഡ്, അസിറ്റിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്. ഇതൊക്കെ നമ്മൾ മീറ്റിനൊക്കെ ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇത് ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ, മൈക്രോബിയൽ സെൽസിലുള്ള സൈറ്റോപ്ലാസത്തിനെ ബ്രേക്ക് ചെയ്യും. ആ സൈറ്റോപ്ലാസം, ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, ഇവരുടെ ഒക്കെ സെല്ലിന്റെ ഉള്ളിലുള്ള സൈറ്റോപ്ലാസത്തിനെ അസിഡിഫൈ ചെയ്യും. അതിൽ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകും. അത് കാരണം സെല്ലിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ മൈക്രോബിയൽ സൈറ്റോപ്ലാസത്തിലുള്ള pH കുറയ്ക്കും. ദെൻ അവരുടെ എൻസൈംസിനൊക്കെ നശിപ്പിക്കും. ഓൾസോ പ്രോട്ടീൻ, DNA, RNA സിന്തസിസിനൊക്കെ നശിപ്പിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സ്. അസിറ്റിക് ആസിഡ്, അസറ്റേറ്റ്സ്, യൂഷ്വലി അസിറ്റിക് കോമ്പൗണ്ട്സ്. അപ്പൊ ഇത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഈസ്റ്റിനെയും ബാക്ടീരിയനൊക്കെയാണ്. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫുഡ്സ് എന്ന് പറയുന്നത് ഡയറി പ്രോഡക്ട്സ് ആൻഡ് മീറ്റ്സ്. ആക്ഷൻ മെക്കാനിസം നോക്കണ്ട. പിന്നെ അതേപോലെ ലാക്ടിക് ആസിഡ്സ് ആൻഡ് ലാക്ടേറ്റ്സ് ബാക്ടീരിയനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ്ഡ് ഫോർ മീറ്റ്സ്, ഫെർമെന്റഡ് ഫുഡ്സ്. ദെൻ സോഡിയം പ്രൊപ്പിയോണേറ്റ്. സോഡിയം പ്രൊപ്പിയോണേറ്റ് ഫോർ കില്ലിംഗ് മോൾഡ്സ്. ഏതൊക്കെ ഫുഡാന്ന് ചോദിച്ചാൽ മീറ്റ് പ്രൊഡക്ട്സിനാണ് നമ്മൾ യൂഷ്വലി ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നത്. ദെൻ വേറൊരു കെമിക്കലാണ് ട്രൈസോഡിയം ഫോസ്ഫേറ്റ്. ട്രൈസോഡിയം ഫോസ്ഫേറ്റും മീറ്റ് സർഫസിനെ ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ ഹയർ കോൺസെൻട്രേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മുടെ റോ മീറ്റിനൊക്കെ നമുക്ക് നല്ലോണം ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ പറ്റും. സ്പ്രേ ചെയ്തിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ pH ലെവൽ കൂട്ടും. അപ്പൊ ബാക്ടീരിയക്ക് നല്ലോണം വളരാൻ പറ്റില്ല. ദെൻ യു ഹാവ് ക്ലോറിൻ. ക്ലോറിൻ അതേപോലെ തന്നെ പൗൾട്രീനെയും ബീഫിനെയും ഒക്കെ ഡീകണ്ടാമിനേറ്റ് യൂസ് ചെയ്യും. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കെതിരെയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്കെതിരെ എഫക്റ്റീവ് ആണ്. ഓൾസോ അതിന് സ്ട്രോങ് ഓക്സിഡേറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പൊ ബാക്ടീരിയൽ സെൽ വാളിനെയും DNA ഒക്കെ ഡിസ്റപ്റ്റ് ചെയ്യും. വേറെ കെമിക്കൽസ് യു ഹാവ് കാൽഷ്യം ഡിപ്സ്. കാൽഷ്യം ഡിപ്സ് ആപ്പിൾസിനെയും ചെറീസിനെയും ഒക്കെ പഴുക്കുന്നത് കുറയ്ക്കാനും പിന്നെ അത് ഭയങ്കര ഫേം ആയിട്ട് ഇരിക്കാനും ഭയങ്കര പെട്ടെന്ന് സോഫ്റ്റ് ആവാണ്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ദെൻ പൈനാപ്പിൾസും പേരയ്ക്കൊക്കെ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ 16 ഹൈഡ്രോക്ലോറൈഡിൽ ട്രീറ്റ് ചെയ്താൽ അവരുടെ വൈറ്റമിൻ സി അളവ് കൂടുതലായിരിക്കും. വൈറ്റമിൻ സി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകൂല. സോ അതിന് വേണ്ടിയിട്ട് അവരെ 16 ഹൈഡ്രോക്ലോറൈഡിൽ ട്രീറ്റ് ചെയ്യും. അപ്പം വൈറ്റമിൻ സി കുറെ നഷ്ടപ്പെടില്ല. ഓൾസോ കളർ അങ്ങനെ മാറൂല. സ്റ്റോർ ചെയ്യുമ്പോൾ കളർ ചേഞ്ചും കുറവായിരിക്കും. നെക്സ്റ്റ് യു ഹാവ് ഇറേഡിയേഷൻ. അപ്പം ഇറേഡിയേഷൻ, അയണൈസിങ് റേഡിയേഷൻസ്, സ്പ്രോട്ട് ഇൻഹിബിഷൻ, ഇൻസെക്ട് കൺട്രോൾ ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പഴുക്കുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ റേഡിയേഷൻ യൂസ് ചെയ്യാറുണ്ട്. സ്പ്രോട്ട് എന്ന് പറയുമ്പം എന്താണ്, ഇങ്ങനെ പൊട്ടറ്റോയിലൊക്കെ ചെറിയ മുളകളൊക്കെ വരും. അപ്പൊ അതിനെ നമ്മൾ സ്പ്രോട്ട്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ലോ ഡോസ് 75 to 100 കിലോ റാഡിൽ നമ്മൾ ഇറേഡിയേറ്റ് ചെയ്താല്, പൊട്ടറ്റോയിലൊക്കെ നമ്മൾ ഇറേഡിയേറ്റ് ചെയ്താൽ അവരുടെ ഉണ്ടാകുന്ന സ്പ്രോട്ടിംഗ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ വൈറ്റമിൻ സി നഷ്ടപ്പെടുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, അയണൈസിങ് റേഡിയേഷനിൽ ട്രീറ്റ് ചെയ്ത പൊട്ടറ്റോസ് 15 ഡിഗ്രി സെൽഷ്യസിൽ ട്രീറ്റ് ചെയ്താൽ സ്റ്റോർ ചെയ്താലും അവരുടെ വൈറ്റമിൻ സി ലോസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നേരെ മറിച്ച് ഇറേഡിയേറ്റ് ചെയ്യാത്ത പൊട്ടറ്റോനെ നമുക്ക് വളരെ ഇങ്ങനെ 2 to 4 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റോർ ചെയ്താലും അതിലുള്ള വൈറ്റമിൻ സി ലോസ് കൂടുതലായിരിക്കും. സോ നമുക്ക് പ്രോപ്പർ ആയിട്ട് റേഡിയേഷൻ കൊടുത്താൽ നമുക്ക് അതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ പറ്റും. നെക്സ്റ്റ് യു ഹാവ് റെസ്പിറേഷൻ. അപ്പം റെസ്പിറേഷൻ, ഒരു ചെടിയിൽ ഉണ്ടാകുന്ന റെസ്പിറേഷൻ റേറ്റ് അതിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനൊക്കെ നിർണ്ണയിക്കും. സോ ഹൈ ടെമ്പറേച്ചർ മീൻസ് റെസ്പിറേഷൻ റേറ്റ് കൂടുതലായിരിക്കും, CO2 പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. സോ നമുക്ക് ഇതിന് റെസ്പിറേഷൻ റേറ്റ് കുറയ്ക്കണം. അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്താൽ അത് എത്തിലീൻ പ്രൊഡക്ഷനെ ട്രിഗർ ചെയ്യും. അപ്പം ഫ്രൂട്ട്സ് പെട്ടെന്ന് പഴുക്കും. അപ്പൊ നമ്മൾ റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെമ്പറേച്ചർ ഒക്കെ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യും. ദെൻ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. സോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന മോയ്സ്ചർ കണ്ടന്റ് ആണ്. സോ മോയ്സ്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഹൈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ ഹൈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫുഡിന്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റിയും അപ്പിയറൻസും വെയിറ്റും
ഫ്രൂട്ട്സിന്റെ ഫ്ലേവറും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ മെയ്സ്, മില്ലറ്റ്, വീറ്റ്, റൈസ്, ബീൻസ് ആൻഡ് സോയാബീൻ ഇങ്ങനത്തെ ഒക്കെ ക്രോപ്സിന് മോയ്സ്ചർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടാൻ പാടില്ല. ഒരു ലോ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓരോ ഫുഡ് ടൈപ്പിനും ഓരോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ടൊമാറ്റോസിന്റെ കേസിൽ മെച്യൂർ ഗ്രീൻ ടൊമാറ്റോസിന്റെ സ്റ്റോർ ചെയ്യാനുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 85 to 95%. പക്ഷെ ഭയങ്കര ഫേം ആൻഡ് പഴുത്ത റൈപ്പ് ആയിട്ടുള്ള ടൊമാറ്റോസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 90 to 95%. ആൻഡ് ഫൈനലി ഫിസിക്കൽ ഹാൻഡ്ലിംഗ്. പ്രോപ്പർ ആയിട്ട് ഫിസിക്കൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഫുഡിൽ സ്പോയിലേജ് വരും. അപ്പം ഇത് കാരണം മെക്കാനിക്കൽ ഇഞ്ചുറീസ്. മെക്കാനിക്കൽ ഇഞ്ചുറീസ് കോസസ് ആണ് കെയർലെസ് ഹാൻഡ്ലിംഗ്, inappropriate harvesting containers, inappropriate vehicles, careless loading and unloading, inadequate packaging materials. So, ഇത് കാരണമുള്ള കോൺസിക്വൻസസ് breakdown of cell structure, പിന്നെ വേണ്ടാത്ത മെറ്റബോളിക് ആക്ടിവിറ്റീസ്, increased ethylene production, respiration rate accelerate ചെയ്യും. ഓൾസോ ഫുഡ് പെട്ടെന്ന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പെട്ടെന്ന് പഴുക്കും. അപ്പം നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫിസിക്കൽ ഹാൻഡ്ലിങ്ങും നടത്തണം ഹാർവെസ്റ്റിംഗിന് ശേഷം. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് ടോപ്പിക്.